ഹായ് ഗായ്സ്, ഹായ്, എല്ലാവർക്കും ഓൾഡ് സ്കൂൾ പോഡ്കാസ്റ്റിലെ മൂവി സെഗ്മെന്റിലേക്ക് സ്വാഗതം. നമ്മുടെ ലോകയുടെ ഒരു ഡീറ്റെയിൽഡ് അനാലിസിസും ചാത്തനാരാണ്, കത്തനാരാണ്, നീലി ആരാണെന്ന് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഒരു മൂവി സെഗ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണം. നല്ല ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അരുണിന് പ്രത്യേകിച്ച് പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഒന്നും കൂടെ ഒരു സാധനം ഇനി ഒരു പുതിയൊരു സിനിമ എടുത്ത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കിയാലോ എന്നുള്ള ഒരു ഇതിലാണ് ഒരു എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കിയാലോ, ട്രൈ ചെയ്ത് നോക്കിയാലോ എന്നുള്ള ഒരു ഇതിലാണ് രണ്ടാമത്തെ ട്രൈക്ക് ശേഷം നമ്മള് ഇന്ന് എടുക്കുന്ന സിനിമ എന്ന് പറഞ്ഞാൽ ലോകയ്ക്ക് ഇൻസ്പിറേഷൻ ആയെന്ന് സംവിധായകൻ പറഞ്ഞൊരു സിനിമയാണ് ദ മാൻ ഫ്രം ദി എർത്ത്. ദാസൻ ചേട്ടനാണ് അത് നമ്മളെ സജസ്റ്റ് ചെയ്തത്. അങ്ങനെ നമ്മൾ അതിന്റെ നമ്മളിച്ചിരി അത് കൊള്ളാം. നിങ്ങൾ 2004 ഇറങ്ങിയ സിനിമയാണ്, 2007 ഇറങ്ങിയ സിനിമ. ഒരു സിമ്പിൾ പടമാണ് ഗൈസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ സാധ്യത കുറവാണ്. ആക്ച്വലി കുറവാണ്. എന്ന് വെച്ചാൽ ഒരൊറ്റ ലൊക്കേഷനിൽ വെച്ചിട്ട് ഒരു റൂമിനകത്തുള്ള സംഭാഷണം, അതാണ് ഈ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂമിന്റെ അകത്ത് ഒരാള് എല്ലാം ബാക്കിയുള്ള എന്ന് വെച്ചാൽ ഒരാളിനെ ഇന്റർവ്യൂ ചെയ്യും പോലെയാണ് സിനിമ എടുത്തിരിക്കുന്നത്. ഒരു കോൺവെർസേഷൻ ആണ് ഫുൾ. അതിന് മുന്നേ ഈ സിനിമ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഇതിൽ ഫുള്ള് സ്പോയിലർ ആയിരിക്കും. ഇതിനെ കുറിച്ച് ഡീപ്പായിട്ട് നമ്മൾ സംസാരിക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പം കാണുന്നതിന് കാണാൻ ആ സിനിമ കാണണമെന്ന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇത് കണ്ടിട്ട് തന്നെ പോയി കാണുക. നമ്മൾ അതിന്റെ ലിങ്ക് നമ്മള് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അതിൽ യൂട്യൂബിൽ തന്നെ ഉണ്ട് സിനിമയുടെ ലിങ്ക്. ഞാൻ വിചാരിച്ചിരിപ്പോ ഇവിടെ ലിങ്ക് ഇവിടെ യൂട്യൂബിലുണ്ട്. അപ്പൊ കണ്ടു നോക്കുക ഗൈസ്. അത് ആ സിനിമ എന്ന് വെച്ചാൽ അതിന്റെ റൈറ്റിംഗ് ആണ് ആ സിനിമയുടെ ഒരു എങ്ങനെ ഒരു സയൻസ് ഫിക്ഷൻ സിനിമയാണ്. അതിന്റെ റൈറ്റിംഗ് കൊണ്ട് മാത്രം ഒരു റൂമിൽ നടക്കുന്ന ഒരു സയൻസ് ഫിക്ഷൻ. അത് ആക്ച്വലി ഒരു ഡയറക്ഷൻ ആയാലും ബാക്കിയൊക്കെ ആയാലും വളരെ ബേസിക് ആയിട്ട് തോന്നും. ബാക്കിയുള്ള വലിയ സിനിമ സംഭവമൊന്നുമല്ല. ഭയങ്കര മേക്കിംഗ് എക്സ്പെക്ട് ചെയ്യരുത്. എല്ലാവർക്കും ചിലർക്ക് ഇത് കാണുമ്പോൾ ബോർ അടിക്കുമോ തോന്നണം എന്റെ ഒരു ഇതില്. അല്ല, അത് നമ്മൾ എൻഗേജിങ് ആണ്. സ്റ്റോറി ടെല്ലിങ് അല്ലെങ്കിൽ ആ ഒരു ഫ്ലോ എന്ന് പറയുന്ന കഥയ്ക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് എല്ലാവർക്കും അങ്ങനെ അതാണ് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും ചിലപ്പോൾ ഒന്നും കൂടെ ഒന്ന് കണ്ടു നോക്കിയാൽ ചിലപ്പോൾ കുറച്ചും കൂടെ ഒരു ഇത് കിട്ടുമായിരിക്കും. അല്ല, ഇരുന്ന് കണ്ടുപോകുന്ന ഒരു സാധനം തന്നെയാണ് ഇത്. ഇതേപോലെ മറ്റേ 12 Angry Men എന്നൊക്കെ പറഞ്ഞൊരു സിനിമ ഉണ്ട്. അത് ഇതേപോലെ തന്നെ ഒരു റൂമിൽ ഇരുന്നുകൊണ്ട് ചെയ്യുന്ന ഒരു സംഭവം. അപ്പൊ ഇത് സ്റ്റോറി ഉണ്ടെങ്കിൽ മതി, എൻഗേജ് ചെയ്യും. ആട്ടം ഒരു റൂമിന്റെ അകത്ത് ബേസിക് ആയിട്ടൊരു വീടിന്റെ അകത്ത് നടക്കണ ഒരു കോൺവെർസേഷൻ അല്ലേ ഇതേപോലെ 12 Angry Men. നമ്മള് 11th Man അല്ലേ? 11th Man ആണ് മോഹൻലാലിന്റെ അങ്ങനത്തെ ഒരു പടമാണ് ഗൈസ്. എന്തായാലും നിങ്ങൾ കണ്ടു നോക്കാം, അതിനുശേഷം ഇത് കാണുക. അപ്പൊ എങ്കിൽ പിന്നെ നമുക്ക് ഈ സിനിമയുടെ ഉള്ളിലേക്ക് ഇറങ്ങി നമുക്ക് ഇതിനെ പറ്റിയിട്ടൊന്ന് നോക്കിയാലോ. അപ്പൊ ഇതിന്റെ കഥ എങ്ങനെയാണ് ഏകദേശം? ഇത് സംഭവം എന്ന് പറഞ്ഞാല് ഈ ഒരു കോളേജിലെ പ്രൊഫസർ പുള്ളി അവിടെ നിർത്തിയിട്ട് പോവാണ്. പുള്ളിയുടെ പ്രൊഫഷൻ നിർത്തിയിട്ട് സ്ഥലം മാറി പോവുകയാണ്. അപ്പൊ പുള്ളിക്ക് വേണ്ടിയിട്ട് അവരുടെ കൊളീഗ്സ് എല്ലാവരും കൂടെ ഒരു സെന്റ് ഓഫ് പാർട്ടി പോലെ സെറ്റപ്പ് ചെയ്തിട്ട് കോളേജിൽ 10 വർഷത്തെ എന്തോ ഇതുണ്ട്, 10 വർഷം എന്തോ പഠിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ആ ഒരു ഇതിന് വേണ്ടി സെന്റ് ഓഫ് പാർട്ടി പോലെ നിൽക്കുമ്പോൾ ആ ഒരു സമയത്ത് പുള്ളിയെ കുറിച്ച് അവർ അറിയാണ്. ഒരു 14,000 വർഷം ജീവിച്ചിരുന്ന ഒരാളാണ് എന്നുള്ളത് അറിയുന്നതും അതെങ്ങനെ അറിയുന്നെന്നും അങ്ങനത്തെ ഒരു സംഭവമാണ് ഈ സിനിമയുടെ കഥ എന്ന് പറയുന്നത്. അതാണ് ഹോൾ സ്റ്റോറിയിലെ ത്രെഡ്. അതാണ് 14,000 വർഷം ജീവിച്ച ഒരു മനുഷ്യന്റെ അനുഭവങ്ങളും അതാണ് അവർ അറിയുന്നത്. അപ്പോൾ അവരെങ്ങനെയാണ് പ്രതികരിക്കുന്നത്, പല പല കാര്യങ്ങളിലുള്ള സംശയങ്ങൾ ചോദിക്കും, ഉള്ളിലുള്ള സംശയങ്ങൾ, ഇതെങ്ങനെയാണ് അവര് വിശ്വസിച്ചത്, എങ്ങനെയാണ് പക്ഷെ നടന്ന റിയാലിറ്റി എങ്ങനെയാണ്, നമ്മള് വിശ്വസിക്കുന്ന ഇതെങ്ങനെ എന്ന് പറഞ്ഞാൽ ഇവര് വിശ്വസിക്കുന്ന ഒരു പ്രോസസ് ഉണ്ടല്ലോ. ഇത് ഒരു ഇല്ലോജിക്കൽ ആയിട്ടൊരു സാധനമാണ്. അപ്പൊ അത് വന്ന് പറയുമ്പോഴും ഒക്കെ ഉണ്ടാവുന്ന ഒരു ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒരു നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സാധനമാണ്. അപ്പൊ ഈ 14,000 വർഷം ജീവിച്ചു എന്നുള്ളത് പുള്ളിക്കാരൻ ഇങ്ങനെ പറയാൻ ഉദ്ദേശിച്ചതല്ല, പക്ഷെ ഒരു പോയിന്റിൽ പറഞ്ഞെന്ന് വെച്ചാൽ പുള്ളി മൂവ് ചെയ്യണം, ആ സ്ഥലത്ത് നിന്ന് മൂവ് ചെയ്യണ ഒരു ടൈം ഉണ്ട്. എന്ന് വെച്ചാൽ സാധനങ്ങളൊക്കെ എടുത്ത് ട്രക്കിന്റെ അകത്ത് ലോഡ് ചെയ്യുമ്പോഴാണ് ഇവര് വരുന്നത്. ഈ പ്രൊഫസേഴ്സ് ഇവരെ ഫാക്കൽറ്റി മെമ്പേഴ്സ് പറഞ്ഞത്. ഈ നായകന്റെ പേര് ജോൺ ഓൾഡ്മാൻ എന്നാണ്. അപ്പോഴും പുള്ളി മൂവ് ചെയ്യുമ്പോഴാണ് ഇവര് കയറി വരുന്നത്. ഇപ്പൊ കയറി വരുമ്പോഴും ഇവർ ഈ പുള്ളിക്കാരന് അത് ഇഷ്ടപ്പെടുന്നില്ല. അത്ര ഒരു മുഖത്തൊരു
പ്ലസന്റ് അല്ല പുള്ളി. പുള്ളിക്ക് അവിടെ നിന്ന് പെട്ടെന്ന് പോയാൽ മതി, ആരടുത്ത് പറയാതെ ഒളിച്ചോടുക എന്നുള്ളതായിരുന്നു പുള്ളിയുടെ ലക്ഷ്യം പോലെയാണ് പുള്ളി പെരുമാറുന്നത്. അവിടെ വരുമ്പോഴത്തേക്കും പുള്ളിയുടെ ഒരു പെയിന്റിംഗ് കിട്ടും. പുള്ളി ഇങ്ങനെ ലോഡ് ചെയ്തോണ്ടിരിക്കുമ്പോൾ ഒരു പെയിന്റിംഗ് കിട്ടും. അപ്പൊ ചോദിക്കും വാങ്കോക്കിന്റെ പെയിന്റിംഗ് ആണോ എന്നൊക്കെ ചോദിക്കും. അപ്പോഴത്തേക്ക് പുള്ളി അതിൽ നിന്നൊക്കെ ഒഴിയുന്നുണ്ട്. കാരണം അപ്പൊ അതിലെനിക്ക് നല്ലൊരു പുള്ളിക്കാരി ഇതിന്റെ ഹിസ്റ്റോറിയൻ അപ്പൊ പുള്ളിക്കാരി പെയിന്റിംഗ് കാണുമ്പോൾ തന്നെ പിടികിട്ടത് അതാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പുള്ളിക്കാരെ ഒഴിയുന്നുണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് ആണ്. പുള്ളിക്കാരി പറയിലൂടെ ഫ്രഞ്ചിൽ എന്തോ എഴുതിയിട്ടൊക്കെ ഉണ്ട്. അപ്പൊ തന്നെ പുള്ളിക്കാരിക്ക് ഒരു ഡൗട്ട് അടിക്കും. പക്ഷെ പുള്ളിക്കാരി അതിൽ നിന്നൊക്കെ നൈസായിട്ട് ഇത് ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ കോപ്പി ആണോ എന്നുള്ള ഒരു ഡൗട്ടാണ്. ഇത് ഒറിജിനൽ കിട്ടാൻ സാധ്യതയില്ല. ഒറിജിനൽ ആണെങ്കിൽ അത്രയും വിലയും, അതാണ് പുള്ളിയുടെ ക്യൂരിയോസിറ്റി. അപ്പൊ പുള്ളിക്കാരി പറയുന്നത് നല്ല കോപ്പിയാണെന്ന് പറയും, നല്ല കോപ്പിയാണ് എന്ന് പറയും. പിന്നെ പുള്ളിക്കാർ അപ്പൊ തന്നെ പിടിച്ചു വാങ്ങി കാണിക്കാൻ ഫ്രണ്ട് തന്നതാണ് എന്നൊക്കെ പറഞ്ഞു വെക്കും. അപ്പൊ തന്നെ എടുത്തു വെക്കും. അപ്പൊ തന്നെ ഇങ്ങനെ വലിയ നോക്കാൻ സമയം കൊടുക്കുന്നില്ല. അല്ല, പുള്ളി അതിൽ ആ പ്ലേസ് ചെയ്യുന്നതും പുള്ളിയുടെ ഒരു ഇത് കാണിക്കുന്നുണ്ട്. അതായത് ഇങ്ങനെ ചുമ്മാ എടുത്ത് വലിച്ചെറിയാന്നുള്ള രീതിക്കാണ് പുള്ളി എടുത്ത് വെക്കുന്നത്. ഇത് ആക്ച്വലി ഒരു മില്യൺ വിലയുള്ള സാധനത്തിനുള്ള വില കൊടുക്കുന്നില്ല. കെയർലെസ് ആയിട്ടാണ് പെരുമാറുന്നത്. എന്നിട്ട് പിന്നെ ഇവരെല്ലാവരോടും എനിക്ക് തോന്നുന്നു ഇവരെ അകത്ത് കയറ്റും, വീട്ടിനകത്ത് കയറും. അകത്ത് കയറും ഒരു പാർട്ടി മൂഡ് എന്ന് വെച്ചാൽ ഇത്രയും മെമ്പേഴ്സ് ഉണ്ട്, ജോണി വാക്കർ എടുക്കുക, സെൻഡ് ഓഫ് പോലെ അവര് പാർട്ടി മൂഡ്. അപ്പോഴ ആൾക്കാർ എൻക്വയറി ചെയ്യും, ഇത്രയും പെട്ടെന്ന് എന്തിനു പോകുന്നത് എന്ന് വെച്ചാ ഇത്രയും പെട്ടെന്ന് എന്തിനു നിർത്തി പോകുന്നത്. എക്സ്പ്ലനേഷൻ ഇല്ല. പുള്ളി പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് മടുത്ത്, പുള്ളി പറയുന്ന എക്സ്പ്ലനേഷൻ എന്ന് വെച്ചാൽ ഒരേ സ്ഥലത്ത് ഇത്രയും ദിവസം നിന്നപ്പോ ഒരു മടുത്ത്, ഞാൻ പണ്ടും അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് പറയും. അപ്പോഴും പുള്ളിക്ക് വേറൊരു പുള്ളിക്കാരന് അത്ര ഒരു ഇതില്ല. ഇത്രയും വയസ്സ് പ്രായമുള്ള ഒരു 30-35 വയസ്സുള്ള പ്രായമുള്ളവർ മുമ്പും ഇതേപോലെ ചെയ്തിട്ടുള്ള ടു യങ്ങർ ഫോർ ദിസ് എന്ന് പറയും. പിന്നെ ഇതും പറയുന്നുണ്ട്, ഈ 10 വർഷത്തിനിടയ്ക്ക് പുള്ളിക്ക് ഒരു വയസ്സാവാത്ത പോലെ തോന്നുന്നൊക്കെ പറയുന്നുണ്ട്. ആ സ്ത്രീ ഒട്ടും ഏജ് ആവുന്നില്ല എന്നുള്ള രീതിയിൽ. അതിന്റെ രഹസ്യം വയസ്സായി, നിങ്ങൾ മാത്രം 10 വർഷമായിട്ടും അതേപോലെ ഒരു ദിവസം കഴിഞ്ഞ പോലെ അതങ്ങനെ തോന്നുന്നില്ല എന്ന് പറയും പുള്ളിക്കാരൻ. അതിന്റെ രഹസ്യം എന്നാ തമാശയായിട്ടൊക്കെ ചോദിക്കും. പക്ഷെ പുള്ളി ആ ഹോൾ ഇതിലും ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ടാണ് പെരുമാറുന്നത്. അവർക്ക് തന്നെ തോന്നുന്നു എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അന്വേഷിക്കും. എന്ന് വെച്ചാൽ ഇത് എന്തുകൊണ്ടാണ് പോണേ എന്നുള്ള ഒരു സാധനം ഉണ്ടല്ലോ, കുത്തി ചോദിക്കുക, അത് വിടൂല. പുള്ളിക്കാണെങ്കിൽ ജോണിനാണെങ്കിൽ അത് പറയാതിരിക്കാനും വയ്യ. ഇവരെടുത്തൊരു നല്ലൊരു ഗുഡ് ബോയ് പറയണമെന്നുണ്ട്, കള്ളം പറയാനും ഒരു മനസ്സിനൊരു ഇതില്ല. അപ്പോഴാണ് ഈ ഒരാള് ഈ ഒരു സ്റ്റോൺ കിട്ടണം, ഒരു കല്ല് കിട്ടണം. അവരെന്താ സ്ഥലം മാറാൻ വേണ്ടിട്ടെല്ലാം ഇങ്ങനെ വാരിപ്പറക്കി ഇട്ടേക്കാണ്. അപ്പൊ അതിന്റെ ഇടയിൽ നിന്ന് ഒരു കല്ല് കിട്ടും. അപ്പൊ അതെന്താണെന്ന് മറ്റേ ആർക്കിയോളജിസ്റ്റ് ചോദിക്കും, ഇതെന്താണ് ഈ കല്ലെന്ന് ചോദിക്കും. അപ്പൊ പറയും ഇത് പുരാതന കാലത്ത് മറ്റേ ആയുധമൊക്കെ കാർവ് ചെയ്യാനും അതൊക്കെ എന്തോ പേര് പറയാം, സയന്റിഫിക് ആയിട്ടുള്ള പേരുണ്ടാവും. അത് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ പുള്ളിക്കാരൻ പറയും ഒരു തെഫ്റ്റ് ഷോപ്പിൽ നിന്ന് കിട്ടിയതാണ്. അതൊക്കെ പുള്ളി ഒരു മിസ്റ്റീരിയസ് ആയിട്ട് പെട്ടെന്ന് ഒഴിഞ്ഞാൽ പറയും. ആ ഒരു പോയിന്റ് എത്തുമ്പോഴാണ് പുള്ളി ഒരു കഥയിലോട്ട് എത്തണം. എന്നുവെച്ചാൽ ഒരു കോൺസെപ്റ്റ് പറയും. എന്ന് വെച്ചാൽ 14,000 അപ്പർ പാലിയോത്തിക് പീരീഡില് ഉള്ള ഒരാള് ഇപ്പോഴും സർവൈവ് ചെയ്ത എങ്ങനെയായിരിക്കും പുള്ളി ഒരു സ്റ്റോറി ആയിട്ടാണ് അത് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത്. ഒരു കേവ് മാൻ ഇപ്പോഴും ജീവിക്കുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കുമെന്ന് ചോദിക്കും. മറ്റേ അവര് പറയും കേവ് മാൻ ഇങ്ങനെ ലാംഗ്വേജ് ഡെവലപ്പ് ആവില്ല, മറ്റേ അവര് പറയും ലാംഗ്വേജ് ഡെവലപ്പ് ആവില്ല, ചില ഹൈറ്റ് കുറവായിരിക്കും, അങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ പറയും. അപ്പം മറ്റേ ബയോളജിസ്റ്റ് ഒരു പ്രൊഫസർ ഉണ്ട്. അപ്പൊ പുള്ളി പറയും അങ്ങനെയൊന്നും ഇല്ല, കുറച്ചുകൂടെ ആന്ത്രോപോളജിസ്റ്റ് ആണ് പറയണത്, നമ്മളുമായിട്ട് സാമ്യമുള്ള നമ്മളുമായിട്ട് വലിയ ഡിഫറൻസ് ഇല്ല. ഏതാണ്ട് എന്ന് വെച്ചാൽ അവര് ഒരു ചർച്ച നടത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറ്റ് ഒക്കെ നമ്മളെ പോലെ ആയിരിക്കും, അത്രയും ഡെവലപ്പ് ആയ. അപ്പോൾ പറഞ്ഞ് ഇത്രയും വർഷത്തിന് ഈ 14,000 വർഷത്തിനുള്ളിൽ നമ്മൾ തമ്മിൽ മനുഷ്യരുടെ ഒരു വ്യത്യാസം ഇല്ലേ, അത്ര വ്യത്യാസമില്ല, നമ്മളെ പോലെ തന്നെ ഇരിക്കും എന്നാണ് പറഞ്ഞത്. ഹൈറ്റ് കൂടുതലും സ്ലിം ആയിരിക്കും, റേഡിയേഷൻ എമിറ്റിംഗ് അങ്ങനെ എന്തൊക്കെ സയന്റിഫിക് ആയിട്ട് കുറെ സംഗതികൾ പറയണം. അവർ അതാണ് അഡാപ്റ്റ് ചെയ്യാനുള്ളതാണെന്നൊക്കെ പറയും. പക്ഷെ എന്തായാലും അവര് എന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിൻ എന്തായാലും സിമിലർ ആണെന്ന് പറയുന്നുണ്ട്. ബ്രെയിൻ അവരുടെ ഒരു നോളജ് ആന്ത്രോപോളജിസ്റ്റ് പറയും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഇത്രയും കാലം ജീവിച്ചിരുന്നുണ്ടെങ്കിൽ നല്ലൊരു ബ്രെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ നോളേജ് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പൊ തന്നെ മറ്റേ ബയോളജിസ്റ്റും പറയും ഇങ്ങനെ ഇതിന്റെ പോസിബിലിറ്റി ഉണ്ടോ, ഇതിന് പോസിബിലിറ്റി ഉണ്ടോന്ന് ചോദിക്കും. ഇത്രയും കാലം ജീവിച്ചിരിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ടോന്ന് ചോദിക്കുമ്പോൾ
പുള്ളിയാണ് ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റുന്ന ഒരു 190 വർഷം. മനുഷ്യന്റെ ബോഡി ഡിസൈൻ ചെയ്തിരിക്കുന്നത് 190 വർഷം ജീവിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മളുടെ ലൈഫ് സ്റ്റൈലും അതൊക്കെ വെച്ചിട്ടാണ്. പിന്നെ എന്ന് വെച്ചാൽ ജീവിക്കാൻ പറ്റുമെന്ന് ചോദിക്കും, അപ്പോഴും പറയും ജീവിക്കാൻ പറ്റും, പോസിബിൾ ആണ് എന്ന് വെച്ചാൽ നമ്മുടെ സെല്ല് റീജനറേറ്റ് ചെയ്യണ അത്രയും ഫാസ്റ്റ് ആയിട്ട് റീജനറേറ്റിംഗ് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഹീലിംഗ് എബിലിറ്റി കൂടുതലായിട്ടുണ്ടെങ്കിൽ പറ്റും എന്നുള്ളത്. കാരണം നമ്മളെ ബോഡി മൊത്തത്തില് ബയോളജിസ്റ്റ് പറയും 7 വർഷം കൊണ്ട് നമ്മളെ ബോഡി പുതിയ സെല്ലും പുതിയൊരു ബോഡി ഫുൾ ബോഡി 7 വർഷം കൊണ്ട് ക്രിയേറ്റ് ആവുകയാണ്. അത് പറയും പുള്ളി. അത് അപ്പൊ അത് പോസിബിൾ ആണ് എന്നങ്ങനെ അങ്ങനത്തെ രീതിയിലുള്ള ചർച്ചകളാണ് നടക്കുന്നത്. അതായത് ഇങ്ങനെ സാധ്യത അവര് എല്ലാരും പരസ്പരം ഡിസ്കസ് ചെയ്യണതാണ് അങ്ങനെ കഥകൾ പോലെ. ഒരു ഹൈപ്പോത്തിസിസ് ഉണ്ടാക്കിയിട്ട് അതിനെ പറ്റിയുള്ള അതിന് സാധ്യതകളുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത് പുള്ളിക്കാരൻ ഡിസ്കസ് ചെയ്യിപ്പിക്കുന്നത്. പിന്നെ പെട്ടെന്ന് എപ്പോഴാണ് മറ്റേ ക്രിസ്റ്റഫർ കൊളംബസിന്റെ എന്തോ കാര്യം പറയുമ്പോഴാണ് എന്നിട്ട് പുള്ളിക്കാരെ എടുത്തിടും ഞാൻ ക്രിസ്റ്റഫർ കൊളംബസിന്റെ കൂടെ ട്രാവൽ ചെയ്തിട്ടുണ്ടെന്നുള്ള രീതിയിൽ അങ്ങനെ എന്തോ ഡിസ്കഷനിലേക്ക് വരും. അപ്പോഴവർക്കൊരു ഡൗട്ട് അടിക്കും, ഇതിന് മുന്നേ അടിച്ചായിരുന്നു, വെള്ളമടിച്ച് പറയുന്നതാണ് നമ്മൾ തുടങ്ങിയതിന് മുന്നേ തുടങ്ങിയോ എന്നൊക്കെ ചോദിക്കും. അതില് ആ കുപ്പിയുടെ ഇതിന് സംഭവം ഗ്രീൻ ലേബല് റെയർ ആണെന്ന് തോന്നുന്നു. അതോ ഇപ്പൊ ഇറക്കല് നിർത്തിയെന്ന് തോന്നുന്നു. അങ്ങനെ എന്തോ ആണെന്ന് കുറിച്ച് കൂടുതൽ അറിയാവുന്നവർ ഗ്രീൻ എന്ന് കേൾക്കുമ്പോഴേ അവര് ഗ്രീൻ എന്ന് പറയും, ഗ്രീൻ ലേബിൾ എന്ന് പറയും. കുപ്പിക്ക് കൊണ്ടൊരു പ്രത്യേകത. കൊളംബസിന്റെ കാര്യത്തിൽ വെച്ചിട്ടാണ് എല്ലാവരും കാഷ്വൽ ആയിട്ട് പറയും എന്ന് വെച്ചാൽ കൊളംബസുമായിട്ട് ഞാൻ സെയിൽ ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഒരു കാഷ്വൽ രീതിയിൽ പറയും. എന്ന് പറഞ്ഞാൽ ചുമ്മാ നമ്മള് എന്റെ ഫ്രണ്ട് ആയിരുന്നു കൊളംബസുമായിട്ട് സെയിൽ ചെയ്തു, അങ്ങനെ കാഷ്വൽ രീതിയിൽ പറയും. അപ്പോഴവരെല്ലാരും സെലിബ്രേറ്റ് ചെയ്യുന്നത് വട്ടാണോ അല്ലെങ്കിൽ ഇവ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള രീതിയിലൊരു സംശയം തോന്നും. പിന്നീട് പുള്ളിക്കാരൻ പറയും ഇത് എനിക്ക് ഇത്രയും വർഷം ഏജ് ഉണ്ട് ജീവിച്ചിരുന്നിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോഴൊന്നും ഒരു ഇത് കേൾക്കൂല. പിന്നീട് ഇവര് ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങും, എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഇത് തുടക്കം, അങ്ങനെ അവര് അങ്ങോട്ട് അവർക്ക് എൻക്വയറി അവർക്ക് ഇപ്പം അവര് രണ്ടുപേരും ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള ഒരാളാണ്. അവര് ആക്ച്വലി ക്വസ്റ്റ്യനിങ് അല്ല നടക്കുന്നത്, ഒരു കോൺസെപ്റ്റ് എങ്ങനെയാവും എന്ന് വെച്ചാൽ അവര് ഓപ്പൺ മൈൻഡഡ് ആയിട്ട് ചുമ്മാ ഒന്ന് എൻക്വയറി ചെയ്ത് അവരെ പരീക്ഷിക്കുകയാണ്. പക്ഷെ ആക്ച്വലി അവര് പൂർണ്ണമായിട്ടും വിശ്വസിച്ചിട്ടില്ല, പുള്ളിയെ വിശ്വസിക്കുകയില്ല, പുള്ളി ഇങ്ങനെ പറഞ്ഞിട്ട് വിശ്വസിക്കില്ല. പുള്ളി ചിലപ്പം ഫിറ്റ് ആയിട്ട് പറയുന്നതായിരിക്കാം എന്നുള്ള രീതിയിൽ അവരൊരു സ്റ്റോറി ആയിട്ട് അവരെടുക്കത്തുള്ളൂ. പുള്ളിക്കാരൻ എന്തോ മാനസികമായിട്ട് എന്തോ പ്രശ്നമുണ്ട് എന്നുള്ള രീതിയിലാണ് കാണുന്നത്. അപ്പൊ അതില് വന്നൊരു 5-6 പേരുണ്ടല്ലോ, ആ ഫാക്കൽറ്റീസിന് കുറച്ചു പേർക്ക് എന്തോ ഒരു ഡിസ്കംഫേർട്ട് പോലെ തോന്നും. പക്ഷെ ബാക്കി ഒരു ബയോളജിസ്റ്റും ആന്ത്രോപോളജിസ്റ്റിനും ഒത്തിരി ഓപ്പൺ മൈൻഡഡ് ആയിട്ട് അവർക്ക് കുറച്ചുകൂടെ ഇത് ഇൻട്രസ്റ്റിംഗ്, ഇത് എങ്ങനെ എങ്ങോട്ട് പോകും എന്താ സ്റ്റോറി ടെല്ലിംഗ് ആണെങ്കിൽ നല്ലൊരു സ്റ്റോറി ടെല്ലർ വന്ന് തള്ളുമ്പോ നമുക്ക് എന്തായാലും അവർക്കൊരു ഇൻട്രസ്റ്റിംഗ് ആണ്, കേക്കട്ടെ എന്നുള്ളൊരു സംഭവം. ബാക്കിയുള്ളവർക്ക് എന്ന് പറഞ്ഞാൽ ഒരു റിയാലിറ്റിയുമായിട്ട് ബന്ധപ്പെടാൻ അല്ലെങ്കിൽ ലോജിക്കലി ഇത് പോസിബിൾ അല്ലാത്തത് കൊണ്ട് അതങ്ങ് അവരെ കോമൺ സെൻസിന് എതിരല്ലേ, അതുകൊണ്ട് അവർക്കൊരു ഒരുമാതിരിയാണ് അത് കേട്ടിരിക്കാൻ ഒരുമാതിരിയാണ്. പക്ഷെ മറ്റവർക്ക് കുറച്ചുകൂടെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. ഇപ്പൊ ഇവര് ചോദിച്ച ക്വസ്റ്റ്യൻസുകളൊക്കെ എന്തൊക്കെയാന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് ഇവര് ചോദിച്ച പഴയ കാലം പറയാനാണോ, ഈ 14,000 വർഷം മുന്നേ എങ്ങനെയാണ് ജീവിച്ചിരുന്നത്, അന്നത്തെ കാര്യങ്ങളൊക്കെയാണ് കുട്ടിക്കാലമൊക്കെ ചോദിക്കുന്നത്. കുട്ടിക്കാലം ചോദിക്കും, കുട്ടിക്കാലത്ത് സ്ഥലം ചോദിക്കും, എവിടെ ജനിച്ചു എവിടെ ഇത് ചെയ്തു എന്ന് ചോദിക്കും. അപ്പൊ അങ്ങനെ അതിന് വാലിഡ് ആയിട്ടുള്ള ആൻസർ പറയും. അതായത് മറ്റവരുടെ തിരിച്ചു ചോദിക്കും, നിങ്ങളുടെ ജനിച്ച സ്ഥലമൊക്കെ ഓർമ്മയുണ്ടോ എങ്ങനെയാണെന്നുള്ള കാര്യമൊക്കെ ചോദിക്കും. അവിടെ നിന്ന് ചെറിയ വേഗ് മെമ്മറീസ് ആണ്. നമുക്കും അങ്ങനെ നമുക്ക് ഇപ്പം എക്സാക്ട് നമ്മുടെ കുട്ടിക്കാലം അങ്ങനെ ഓർമ്മ കറക്റ്റ് ഒരു വല്ല ട്രോമയോ അല്ലെങ്കിൽ നല്ല ഹാപ്പി മൊമെന്റ്സോ അങ്ങനെ ഹൈ പോയിന്റ് ലോ പോയിന്റുകളൊക്കെ ആയിരിക്കും നമുക്ക് ഓർമ്മ ഉണ്ടാകും. അതേപോലെ തന്നെ പുള്ളിക്കും അത് തന്നെ എന്ന് പറയും. എന്ന് വെച്ചാൽ ഇവര് ഈ ജോണിനെ കുഴപ്പിക്കാൻ വേണ്ടി ഓരോരോ ക്വസ്റ്റ്യൻസ് ചോദിക്കും. പക്ഷെ ജോണിന് അതിനായിട്ട് മറുപടി ഉണ്ട്, എല്ലാത്തിനും ഒരു മറുപടി, ഒരു ഹ്യൂമൻലി ആയിട്ടുള്ള ഒരു മറുപടി. ഇത് ഒരു എക്സ്ട്രാ ഓർഡിനറി ഇപ്പൊ 14,000 വർഷം ജീവിക്കുക എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ഓർഡിനറി സാധനമാണെങ്കിലും പുള്ളി ഒരു സൂപ്പർ ഹീറോയോ സൂപ്പർ ഹ്യൂമൻ അല്ല, ഒരു സാധാരണ ഒരാളെ അവരെ കൂട്ടത്തിലുള്ള ഒരാളെ പോലുള്ള ഒരാളാണ്, ഒരു മനുഷ്യൻ എന്നുള്ളതാണ്. നമുക്ക് നമ്മളെ പോലെ ഓർമ്മക്കുറവുകളും നമ്മളെ പോലുള്ള ഓർമ്മിച്ചെടുക്കാൻ പറ്റുന്ന ആ സാധനങ്ങൾ മാത്രമേ പുള്ളിക്കും ചെയ്യാൻ പറ്റുന്നുള്ളൂ. പുള്ളിക്ക് റീകളക്ട് ചെയ്ത് എടുക്കുന്നേ ഉള്ളൂ. ഈ സ്റ്റോറീസ് ഒക്കെ വായിക്കുമ്പോ അങ്ങനെ ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു മെമ്മറി മാത്രമേ പുള്ളിക്കുള്ളൂ. മാനസികത കാണിക്കാനായിട്ടൊന്നും. കുട്ടിക്കാലത്തെ കഥയൊക്കെ ചോദിക്കുമ്പോ പറയും, ഞാൻ ഇത്ര വയസ്സ് തൊട്ട് ഇത്ര വയസ്സ് വരെ
ഈ കേവ്മാൻസിന്റെ കൂടെ ആയിരുന്നു. പിന്നീട് ഈ പ്രായം വെക്കുന്നില്ല എന്ന് കണ്ടപ്പോ അവര് തന്നെ അവർ ഇറക്കി വിട്ടു. അല്ല 35 വയസ്സ് വരെ കണ്ട പുള്ളി ജീവിച്ചപ്പോഴത്തേക്കും അവര് ഓക്കെ ആയിരുന്നു. പക്ഷെ അതിനുശേഷം ഇയാൾക്ക് പ്രായം വരുന്നില്ല, ബാക്കിയുള്ള വയസ്സായി മരിക്കുന്നു. ഇതൊക്കെ ചെയ്തപ്പോഴത്തേക്കും ഇയാള് മറ്റേ ആ സമയത്ത് നമുക്ക് ലോജിക്കും ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളൊരു മിത്തങ്ങ് ഉണ്ടാക്കും ഇയാള് കാരണം എടുത്തിട്ടാണ് അങ്ങനെ പുള്ളിയെ പുറത്താക്കി കൊല്ലാനൊക്കെ ശ്രമിക്കുവായിരുന്നു. ഒരു മറ്റേ വിച്ച് എന്നൊക്കെ പറയുന്നത് അങ്ങനെയല്ലേ അവരുടെ ലൈഫ് ഇങ്ങോട്ട് ആഹ്വാനിച്ചെടുത്ത് അങ്ങനെയാണ് പുള്ളി എങ്ങായിട്ട് ഇരിക്കണമെന്ന് അവര് തെറ്റിദ്ധരിക്കും. പിന്നെ അതിൽ ഇതും ചോദിക്കും, മരണം എങ്ങനെയാണ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണമെന്ന് ചോദിക്കും. അന്ന് മരിക്കുകയാണെന്ന് അറിയണം. അപ്പൊ ഇങ്ങനെ പറയാം ചുമ്മാ കിടക്കും, പിന്നെ അവർ അനങ്ങത്തില്ല, പിന്നെ കുറെ കഴിയുമ്പോൾ അവര് മറ്റേ ഡീഗ്രേഡ് ആയി പോകും, അങ്ങനെ സ്മെല്ല് വരും. അങ്ങനെയൊക്കെയാണ് ആദ്യം അവർ മരണം എന്താണെന്ന് കണ്ടു അത് ചോദിക്കും. മരണത്തിന് എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യണേ അങ്ങനെയൊക്കെ ചോദിക്കും. അതൊക്കെ നല്ല രസമാണ് എക്സ്പ്ലനേഷൻ പറയാൻ. അല്ല പക്ഷെ അതിലൊരു ഈ ഇപ്പം ഈ വിച്ച് എന്ന് പറഞ്ഞ അതായത് മന്ത്രവാദം അല്ലെങ്കിൽ ഒരു നമ്മളൊരു ടൈപ്പ് കാസ്റ്റ് ചെയ്യുമല്ലോ ചില ആൾക്കാർ, നമുക്ക് നമ്മുടെ ലോജിക്കിന് പറ്റില്ല അല്ലെങ്കിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും സംഭവം നടക്കുമ്പോൾ അവര് ചിലപ്പോൾ എക്സ്ട്രാ ഓർഡിനറി എന്തെങ്കിലും സാധനം കാരണമായിരിക്കും. മനുഷ്യനൊരു റീസൺ വേണം. ഇങ്ങനെ മറ്റേ പുള്ളി തന്നെ പറയുന്നുണ്ട്, ഞാൻ ഇപ്പം അങ്ങേര് ഇങ്ങനെ ഉണ്ടായി പോയതാണ് റീസൺ അറിഞ്ഞൂടെ. ഇപ്പൊ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ കാരണം ഇപ്പൊ നമ്മൾ സൂപ്പർ ഹീറോ ഇതൊക്കെ എടുക്കുമ്പോഴത്തേക്കും എന്തെങ്കിലും പെർട്ടിക്കുലർ റീസൺസ് കാരണമായിരിക്കും അവരിങ്ങനെ ആവുന്നത്. ക്യാപ്റ്റൻ അമേരിക്ക ആണെങ്കിൽ പക്ഷെ ഇത് പുള്ളിക്ക് അതൊന്നും ഓർമ്മയില്ല. അതെ, പക്ഷെ ഈ ആക്സിഡന്റ്സ് ഒന്നും മനുഷ്യർക്ക് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ ഒരു ആക്സിഡന്റ് കാരണമായിരിക്കും റീസൺ വേണം. അതുകൊണ്ടായി ഇതേപോലെ ഇപ്പൊ നമ്മുടെ നാട്ടിലാണെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളുണ്ട്. ഇപ്പം കള്ളിയങ്കാട്ട് നീലി അങ്ങനത്തെ കുറെ മിത്തോളജിക്കൽ സാധനങ്ങളൊക്കെ വന്നത് പോലും ചിലപ്പോ ഇങ്ങനത്തെ ഇത് പറയുന്നുണ്ട് പുള്ളി വാമ്പയർ ആണോ എന്നും ചോദിക്കുന്നുണ്ട്. അങ്ങനെ പറയുന്നുണ്ട് വാമ്പയർ ആണോ ചെയ്യാൻ നീലി രാസറ്റം ചെയ്യും. ഈ ഔട്ട്കാസ്റ്റഡ് ആയിട്ടുള്ള കുറെ ആൾക്കാർ അവരെയൊക്കെ ഇങ്ങനെയായിരിക്കും നമുക്ക് പിന്നെ പറഞ്ഞു തരണം. അല്ല പുള്ളിക്ക് തന്നെ ഒരു സംശയം ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ആരെങ്കിലും ശപിച്ചതാണോ കേഴ്സാണോ അതോ ബ്ലസ്ഡ് ആണോ എന്നുള്ള ഒരു സംശയം പുള്ളിക്ക് തന്നെ ഉണ്ട്. അപ്പോഴങ്ങനെ ഈ എന്ന് വെച്ചാൽ സ്റ്റീലിംഗ് ലൈഫ് ഫ്രം അതേഴ്സ് എന്ന് പറയുമ്പോഴും ഈ എങ്ങായിട്ട് ഇരിക്കണേന്റെ കാര്യമാണ് പറയണത്. എന്ന് വെച്ചാൽ ഞാൻ 35 വർഷം വരെ ഒന്ന് ബ്രേക്കായി 35 വർഷം കഴിഞ്ഞിട്ട് എനിക്ക് ഏജ് ആവണില്ല. അപ്പോഴീ അതിന് പറയും ഞാൻ 10 വർഷം കൂടുമ്പം മൂവ് ഓൺ ചെയ്യും എന്ന് വെച്ചാൽ ഞാൻ എങ്ങായിട്ട് നിൽക്കണത് ആൾക്കാരെ റെക്കഗ്നൈസ് ചെയ്യാതിരിക്കാൻ മൂവ് ഓൺ ചെയ്യും. റെക്കഗ്നൈസ് ചെയ്യുന്ന സമയത്ത് മൂവ് ഓൺ ചെയ്യുന്നതാണ്. 10 വർഷത്തിൽ അവർക്ക് എപ്പോഴും ഞാൻ എന്നെ വയസ്സാവുന്നില്ല തോന്നുന്നു അപ്പം മാറും. കാരണം ആ സമയത്ത് ആ പുള്ളിക്കാരി അപ്പൊ തന്നെ പറയുന്നുണ്ട് നീ ഇതുപോലെ അതെന്നിട്ട് പുള്ളി എക്സാമ്പിൾ ആയിട്ട് അത് പറയും. നിങ്ങൾ ഇങ്ങനെ ചോദിച്ചു തുടങ്ങിയപ്പോഴാണ് ഞാനിപ്പോ മൂവ് ഓൺ ചെയ്യാൻ സമയമായി എന്നുള്ള രീതി പറഞ്ഞു. അപ്പോഴും ഇവർക്ക് അപ്പോഴാണ് ഒരു ഇത് തോന്നുന്നത് എന്ന് വെച്ചാൽ അയ്യോ ഇത് ഇവനും ഈ ഒരു സാഹചര്യം അതുമായിട്ട് നല്ല ബന്ധമുണ്ടല്ലോ. ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കുറച്ചു പേർക്ക് കൺവിൻസ് ആയിട്ട് വരും പുള്ളിക്കാരൻ ഇത്രയും വർഷം ജീവിച്ച ഒരാളെന്നുള്ള രീതിയിൽ ഒരു കൺവിൻസ് ആയി വരും. ഒരു എന്ന് വെച്ചാൽ കുറച്ചു പേർക്ക് ഒരു 2-3 പേർക്ക് വിശ്വസിക്കണോ അതാ വിശ്വസിക്കണ്ടേ അങ്ങനത്തെ ഒരു രീതിയിൽ സ്റ്റോറിയാണോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒരു ഇതിൽ നിൽക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഈ സാധനമാണ് മറ്റേ ലോകയില് ഈ പുള്ളിക്കാരി ഒരു 20 വർഷം 20 വർഷം ഒരു സ്ഥലത്ത് നിൽക്കൂല മാറിക്കൊണ്ടിരിക്കുമെന്ന് കല്യാണി പറയണ രീതിന്നായിരിക്കും. പക്ഷെ ഇതൊരു സോഷ്യൽ ഫാക്ടറും കൂടെയാണ്. ഇപ്പം നമ്മുടെ കൂട്ടത്തിൽ താമസിക്കുന്ന ഒരാൾക്ക് ഒരു പ്രത്യേകത ഉള്ള ഒരാൾ വന്ന് താമസിക്കുമ്പോൾ ആ സോഷ്യൽ ആ ഒരു സിസ്റ്റത്തില് ഒരു പ്രശ്നം ഉണ്ടാവുമല്ലോ. ബാക്കിയുള്ളവർക്കും പ്രശ്നമാണ്, പുള്ളിക്കും പ്രശ്നമാണ്. അതാണ് ആ ഒരു ചെറിയൊരു സംഭവത്തിൽ കൂടെ പറയണേന്ന് തോന്നുന്നു. 10 വർഷത്തിന് അല്ലെങ്കിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക എന്ന് പറയും. അപ്പൊ അവര് തന്നെ ഈ ഒരു സംഭവം 14,000 വർഷം ഒരാൾക്ക് ജീവിക്കാൻ പറ്റും എന്ന് കേൾക്കുമ്പോൾ അവർക്ക് തന്നെ ഒരു അസൂയ, ഒരു ദേഷ്യം, നമുക്ക് പറ്റുന്നില്ല, അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, എന്തെങ്കിലും കാരണം കാണും. ഇപ്പൊ എനിക്ക് തോന്നുന്നു പണ്ടൊക്കെ ചിലപ്പോ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ചെയ്യുന്ന ആൾക്കാരെ ഇങ്ങനെ പച്ചകുത്തു ചാപ്പ് കുത്തു ഇങ്ങനെ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുന്നത് വേറെ എന്തെങ്കിലും കാരണമായിരിക്കും. അത് എനിക്ക് നമുക്കുണ്ടായിരിക്കും. ഇത്രയും വർഷമൊക്കെ ജീവിക്കുമെന്ന് കേൾക്കുമ്പോൾ ആൾക്കാരും ഒരു തോന്നില്ല മരിക്കുക എന്ന് പറയുന്നത്. ഇങ്ങനെ ജീവിക്കുക എന്നുള്ളത് മാത്രമല്ല, ഇപ്പൊ ഒരു സമൂഹത്തിൽ ഇപ്പം ഭയങ്കര കിടിലമായിട്ട് പാട്ട് പാടാൻ കഴിവുള്ള ഒരാൾ മാത്രമേ ഉള്ളെന്ന് വിചാരിച്ചു.
അപ്പൊ അയാൾക്ക് ബാക്കിയുള്ളവർക്ക് എല്ലായിടത്തും ഒരു അസൂയയും ഒരു എല്ലാവർക്കും അത് തോന്നും. ഒരു സിസ്റ്റത്തിൽ തന്നെ ഒരു വ്യത്യാസം ഉണ്ടാവുമല്ലോ, ആ സംഭവം. അതേപോലെ തന്നെ ഇവർക്കും അങ്ങനെ ഒരു അസൂയൊക്കെ തോന്നും. മറ്റേ ബയോളജിസ്റ്റ് പറയും ലാബിലോട്ട് ഇറങ്ങി നമുക്ക് ഇതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാന്നൊക്കെ പറയും. പക്ഷെ അത് പുള്ളിക്ക് അറിയാം, ഈ ലാബിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഒരു എസ്കേപ്പ് ഇല്ലാന്നോ, അത് പുള്ളി പറയുന്നുണ്ട്, അതിൽ പറയുന്നുണ്ട്. പക്ഷെ മീൻ വൈലി തന്നെ മറ്റേ കൂടെ ഒരു പുള്ളിക്കാരനുണ്ട്, മറ്റേ നമ്മുടെ എനിക്ക് തോന്നുന്നു ആർക്കിയോളജിസ്റ്റ് ആണ്. പുള്ളിക്കാരൻ്റെ ഡൗട്ട്, പുള്ളിക്കാരനെ ഇയാൾക്ക് മെന്റലി ഇഷ്യൂ ആണെന്ന് പറഞ്ഞിട്ട് ഒരു അവിടെ കൂടെ ഉള്ള സൈക്കോളജിസ്റ്റിനെ വിളിച്ചു വരുത്തും, മീൻ വൈല വിളിച്ചു വരുത്തും, വിളിക്കും, മാറിയെന്ന് വിളിക്കും, ഇവനെന്തോ പ്രശ്നമുണ്ട്. അതിനു മുമ്പേ ഒരു ആന്ത്രോപോളജിസ്റ്റ് ആ ഒരു സാധനം ഇല്ലേ, ആ ഒരു മറ്റേ ഒരു ആദ്യം ഇവര് കാണുന്ന ഒരു സാധനം, കല്ല് വെച്ച് ചോദിക്കും ഇതിന്റെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, ഇത് പണ്ട് ഉണ്ടായിരുന്നോണ്ടാണ് താൻ സൂക്ഷിച്ചു വെച്ചിരിക്കണേന്ന് ചോദിക്കും. ആ ചോദിക്കുമ്പം പുള്ളി അതിനൊരു ഇത് പറയും, എന്ന് വെച്ചാൽ ഒരു പേന തനിക്ക് അവരെ വെച്ച് കമ്പയർ ചെയ്യും, തനിക്ക് പണ്ട് കൊച്ചിലെ ഈ പേന ഒരു മെമ്മറബിൾ ഇതാണ്, താൻ അത് ഇത്രയും വർഷമായിട്ട് സൂക്ഷിക്കുമോ എന്ന് ചോദിക്കും. അപ്പോഴും പുള്ളി പറഞ്ഞു ഇല്ലെന്ന് പറയും. അപ്പൊ അതുപോലെ ഇത് അതേപോലത്തെ ഒരു സാധനമാണ്, ഞാൻ സ്റ്റോറിയിൽ നിന്ന് തന്നെ വാങ്ങിച്ചതെന്ന് പറയും. അത് പക്ഷെ എക്സാക്ട്ലി സത്യം പറഞ്ഞ സ്റ്റോറിയിൽ നിന്ന് വാങ്ങിയതാണെന്ന് തോന്നുന്നത്, സ്റ്റോറിയിൽ വാങ്ങിയതാണ്. അല്ല, അത് അങ്ങേര് പറയണ, അങ്ങേര് എന്തോ എന്തെങ്കിലും തെളിവ് കാണിക്കാൻ പറയണം, പഴയ സാധനം ഉണ്ടെങ്കിൽ തെളിവ് കാണിക്കാൻ പറയണം, അപ്പോഴാണ് ഈ സാധനം എടുത്ത് കാണിക്കണം. അപ്പോഴീ ഒരു തെളിവ് കാണിക്കുമ്പം ഇങ്ങനെ ഇത് കാലങ്ങൾ 14 വർഷം ഈ ഒരു സാധനം വെച്ചുകൊണ്ടിരിക്കണ ഒരു ഇമ്പോസിബിൾ ആയിട്ടുള്ള സാധനം, അത് ജെന്യൂൻ ആയിട്ട് അത് കാണിക്കുന്നത്. അത് കാണിക്കുമ്പോഴും പുള്ളിക്കാരനൊരു ഇത്തുകൂടെ ഒരു വിശ്വാസം തോന്നും, ഇത് സത്യമാണെന്ന് തോന്നും. കാരണം വേണമെങ്കിൽ തെളിവ് ഇതാണെന്നും പറഞ്ഞ് ലൈ കാണിക്കാം അദ്ദേഹത്തിൻ്റെത്. പക്ഷെ ഇത് ചുമ്മാ ലൈ ചെയ്യാന്നുള്ള ഒരു അവസരമായിരുന്നു, പുള്ളി അത് കളഞ്ഞു. അതുകൊണ്ട് ഇതൊരു ജെന്യൂൻ ആണ്, പുള്ളിക്ക് നല്ലൊരു വിശ്വാസം, ഈ പുള്ളി നല്ലതായിട്ട് വിശ്വസിക്കും ഇത് ഒറിജിനൽ ആയിട്ടുള്ള കാര്യമാണെന്ന് വിശ്വസിക്കും. പക്ഷെ അപ്പോഴും ഈ ടൈമിലാണ് മറ്റേ പുള്ളിക്കാരൻ പറഞ്ഞത്, സൈക്കോളജിസ്റ്റ് മറ്റേ പുള്ളിക്കാരൻ വിളിച്ചിട്ട്, കാരണം പുള്ളി മെന്റലി ഇഷ്യൂ ഉണ്ടോ എന്ന് അറിയാനായിട്ട്. അപ്പൊ പുള്ളിക്കാരൻ വന്നിട്ട് ഇങ്ങനെ പുള്ളിക്കാരനെ ഇത് ചെയ്യും, ഈ ഒരു തെറാപ്പി എന്നുള്ള ഒരു എൻക്വയറി ചെയ്യും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് ഇത്രയും വരെ സർവൈവ് ചെയ്തിട്ട് അസുഖമൊന്നും വന്നിട്ടില്ലേ എന്ന് ചോദിക്കും. അസുഖമൊന്നും വന്നിട്ടില്ലേ എന്ന് ചോദിക്കും. പിന്നെ അച്ഛനെ ഓർമ്മയുണ്ടോ അതൊക്കെ ചോദിക്കുന്നു, അച്ഛനെ ഓർമ്മയുണ്ടോ, കുറച്ചുകൂടെ കുഴപ്പിക്കണ ചോദ്യങ്ങൾ ചോദിക്കും, ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും, അച്ഛനെ ഓർമ്മയുണ്ടോ എന്നൊക്കെ ചോദിക്കും. പക്ഷെ അതൊക്കെ പുള്ളിക്കാരൻ സിമ്പിൾ ആയിട്ട് നാച്ചുറൽ ആയിട്ട് തന്നെ പറഞ്ഞു വെച്ചാൽ ഫിഗർ ഒരു ഓർമ്മയുള്ളൂ, ബ്രദർ ഉണ്ടെന്ന് തോന്നുന്നു, എനിക്ക് അവരെ ഫിഗർ ഓർമ്മയില്ല എന്നുള്ള രീതിയിൽ പുള്ളി പറയും. പിന്നെ ഇത് പറയാം, ആ താമസിച്ച ലൊക്കേഷൻ അതൊക്കെ കമ്പയർ ചെയ്ത് തന്നെ പറയാം, അതൊന്നും നമ്മുടെ ഓർമ്മയിലില്ല എന്നുള്ള രീതിയിൽ പുള്ളി പറയും. പിന്നെ അത് ചോദിക്കും, ഇത്ര വർഷത്തിന് മുമ്പിൽ എവിടെയായിരുന്നു എന്നൊക്കെ ചോദിക്കും, സ്ഥലം ചോദിക്കും. അപ്പോഴ് തിരിച്ചു ചോദിക്കും, താൻ ഈ ദിവസം കഴിഞ്ഞ വർഷം എവിടെയായിരുന്നു എന്ന് ചോദിക്കും. അപ്പോഴവർക്ക് മറുപടിയില്ല. അതേപോലെ തന്നെ ഞാൻ എന്ന് പറയും. പിന്നെ അതിനിടയ്ക്ക് കുറെ കാര്യങ്ങളുണ്ട്, പുള്ളി മറ്റേ സണ്ണിനെ ട്രേസ് ചെയ്ത് തന്നെ പോകുന്നത് അവർക്ക് അന്ന് എന്ന് വെച്ചാൽ അത് എനിക്ക് തോന്നുന്നത് അത് ഇതാണ്, മറ്റേ ഐസേജ് ടൈം പോലെയാണ് കാണിക്കുന്നത്, അത് സർവൈവ്, അത് ഇടയ്ക്ക് അതിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ആ ടൈമിൽ വെച്ചാൽ അവര് സർവൈവ് ചെയ്യാനായിട്ട് സണ്ണിന്റെ എത്ര വർഷം 1000 വർഷം എന്തോ ഐസേജ് പോലെ ഒരു ചൂട് തേടി നടക്കാതെയാണ്, ഈസ്റ്റിലോട്ട് സൂര്യന്റെ ദിശയിലോട്ടാണ് അവര് ട്രാവൽ ചെയ്തോണ്ടിരുന്നത്, ഹീറ്റിനെ സർവൈവ് ചെയ്യാനായിട്ടും ടു ഗെറ്റ് വാർമർ, അതാണ് പറയുന്നത്. പിന്നെ കടല് കാണുന്നത് അങ്ങനെയാണ്, അത് മെഡിറ്ററേനിയൻ ആണെന്നാണ് വിശ്വസിക്കുന്നത് എന്നൊക്കെ പറയും. കാരണം പുള്ളിക്ക് അറിഞ്ഞൂടാ കടൽ എവിടെ വെച്ചാണ് കണ്ട, അങ്ങനെ അതൊക്കെ നാച്ചുറൽ ആയിട്ട് പറയുന്നുണ്ട്. ഇങ്ങനെ ഈസ്റ്റേൺ സൈഡിൽ പോയി നമ്മുടെ ബുദ്ധനെ കാണുന്നു, ഇന്ത്യയിലെത്തുന്നു. അതാണ് അതും ബുദ്ധൻ ജീവിച്ചിരുന്ന ടൈമില് ഇവര് ബഡ്ഡിയായിരുന്നു. അല്ല, ബുദ്ധനുമായിട്ട് നല്ലൊരു മനുഷ്യനാണെന്ന് പുള്ളി പറയുന്നു. ബുദ്ധൻ മരിക്കുന്നത് വരെ പുള്ളിയുടെ കൂടെ ഡിസൈപ്പിൾ ആയിരുന്നു. അങ്ങേർക്ക് പുള്ളിക്ക് മനസ്സിലായി, പുള്ളിക്ക് എന്തോ ഇങ്ങനെ കുറിച്ച് എന്തോ തോന്നിയിട്ടുണ്ട്, പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ അവര് തന്നെ ചോദിക്കും ബുദ്ധയോ എന്നുള്ള രീതിയിൽ ചോദിക്കും, ബുദ്ധയായിട്ട് അങ്ങനെ ബുദ്ധയുടെ കുറെ നോളജും. പുള്ളി എന്തോ ഇങ്ങനെ ലക്കിലി ഐ മെറ്റ് ബുദ്ധ എന്ന് കണ്ടാ പറയും, അവർ ലക്കിലി തവളാണെങ്കിലും ഇങ്ങനെ പറയും. അതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകയിലും അങ്ങനത്തെ ഒരു സാധനമാണ് നമുക്ക് ക്യൂരിയോസിറ്റി തോന്നണം. ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഹിറ്റ്ലർ ഇപ്പം ഹിറ്റ്ലറിനെ കൊന്നത് ഞാനല്ലേ എന്ന് ചോദിക്കുമ്പോഴ് നമുക്ക് കുറച്ചുകൂടെ ക്യൂരിയോസിറ്റിയും കുറച്ചും കൂടെ ഇത് പോയി. ഈ കല്ലിയങ്കാട്ട് നീലി തന്നെ പണ്ടത്തെ ഒരു സാധനം എടുത്തിടുമ്പം ആ ഒരു ഹിസ്റ്ററി നമുക്ക് ആ സീന് കണ്ടാലും ഇല്ലെങ്കിലും പക്ഷെ അത് ഹൂക്ക് വീഴും നമുക്ക്. അതാണിത്. ഇപ്പൊ ഹിറ്റ്ലറിന്റെ അവരിനി കാണിക്കണമെന്നില്ല, പക്ഷെ നമുക്കൊരു ഇത് തോന്നുന്നില്ല, ഒരു ക്യൂരിയോസിറ്റി, ഒരു ഹൂക്ക് വീണ ഫീല് തോന്നും. അങ്ങനെ ഒരു രീതിയിലാണ് അത് പറയണം പുള്ളി.
പിന്നെ എനിക്ക് പുള്ളി അവിടെ നിന്ന് ബുദ്ധരെ കുറെ മെഡിറ്റേഷനും അങ്ങനെ കുറെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. പുള്ളി നല്ല ഈസ്റ്റേൺ കുറെ സംഭവങ്ങൾ പഠിക്കുന്നുണ്ട്. പുള്ളി പറഞ്ഞ കുറെ കാര്യങ്ങൾ ടീച്ചിങ്സ് എല്ലാം പഠിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു അത് സ്പ്രെഡ് ചെയ്യാൻ പോകുന്നതാണ് അടുത്ത. അത് വലിയൊരു ഡിബേറ്റബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. പുള്ളി തിരിച്ച് വെസ്റ്റിലേക്ക് വരുമ്പോൾ ഉണ്ടാകും. പുള്ളി അത് പഠിച്ചിട്ട് തിരിച്ച് വെസ്റ്റിലേക്ക് വരുന്ന ഒരു സീനുണ്ട്. അത് അവിടെ ഒരു കോൺട്രവേഴ്സി സാധനമാണ്. അതിന് മുന്നേ ഈ സൈക്കോളജിസ്റ്റ് അതിന് മുന്നെയാണ് സൈക്കോളജിസ്റ്റ് ഇങ്ങനെ പറയുന്നത്, എന്തിനാണ് നിങ്ങൾ ഈ സ്റ്റോറി പറയുന്നത്, എന്തിനാണ് നിങ്ങൾ ഇതൊക്കെ പറയുന്നത്, ഈ മനുഷ്യനെ ധർമ്മസങ്കടത്തിലാക്കി മനുഷ്യന്മാരെ ഈ കഥകളൊക്കെ പറഞ്ഞ് മനുഷ്യനെ വിഷമിപ്പിക്കുകയാണ് ഇയാൾ ചെയ്യുന്നത്. പിന്നെ എനിക്ക് സൈക്കോളജിസ്റ്റ് അതിന്റെ ഇടയിൽ കുറച്ച് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് അയാൾ മറ്റേ തോക്കൊക്കെ എടുത്ത് കൊല്ലാൻ നോക്കാം, വെടിവെച്ച് നോക്കാന്നുള്ള രീതിയിലൊക്കെ എന്ത് സംഭവിക്കും എന്നുള്ളൊരു ഫീലാവോ എന്നറിയാനായിട്ടൊക്കെ. അത് സംഭവം അങ്ങനെ വൈഫ് ഒരു ദിവസം മുന്നേ കൊണ്ടാ മരിച്ചു. അപ്പൊ ഒരു ഇങ്ങനെ ഭയങ്കര ഡിയറസ്റ്റ് ആയിട്ടുള്ള ഒരാൾ മരിക്കുമ്പോ അവർക്ക് ലോസ് ഉണ്ടാവുന്നു. ഇയാളിങ്ങനെ ഇതേപോലെ പച്ച ഒരു ഫ്രസ്ട്രേഷനിലാണ് തോക്ക് ഇത് വെച്ചാ മരിക്കോ എന്നറിയാലോ. ആള് ശുദ്ധനായിരുന്നു, ഒരു ഫ്രസ്ട്രേഷൻ വന്നതാണ് ആ സമയത്ത്. കാര്യം എന്ന് വെച്ചാൽ അത് കാണിക്കണേന്ന് പറഞ്ഞാൽ അങ്ങേർക്കും കൺവിൻസിങ് ആയി എന്നുള്ളതാണ്. ഈ ആ സൈക്കാട്രിസ്റ്റിന് ഈ പുള്ളി പറയുന്ന പുള്ളി അനാലിസിസ് ആണ് ചെയ്യുന്നതെങ്കിൽ പോലും പുള്ളിക്കും കൺവിൻസിങ് ആണ്. കള്ളമല്ല, അല്ലെങ്കിൽ ഒരു മറ്റേ മാഡ്നെസ്സോ അങ്ങനത്തെ ഒരു സംഭവം ഇല്ലാത്തൊരു മനുഷ്യനാണ് എന്നുള്ളത്. പുള്ളിയെ ഒരു ഇതാണ് എന്ന് വെച്ചാൽ നോർമൽ അല്ല എന്നുള്ള ഒരു രീതിയാണ് പുള്ളി. അല്ല നോർമൽ അത് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ ഒരു നമ്മളൊരു അക്സെപ്റ്റ് ചെയ്യണമല്ലോ, ഈ സംഭവങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ അബ്നോർമൽ ആയി പോകും. അപ്പൊ നമ്മൾ മറ്റുള്ളവരെ അബ്നോർമൽ ആയി ചിത്രീകരിക്കുന്നതായിരിക്കും വളരെ നല്ലതെന്ന് അങ്ങനെ ഒരു സാധനം ഉണ്ട്. അങ്ങനെയുണ്ട്. ഇപ്പം ഒരു കുറെ ആൾക്കാർ ചെയ്യുന്ന ഒരാളെ ഭ്രാന്തരെന്ന് മുദ്രകുത്തുന്ന സംഭവമൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. ഇപ്പൊ തനിയാവർത്തന സിനിമ, അതിലേതാണ്ട് ഒരാളെ ഭ്രാന്തനാക്കുന്നതാണ് ആ ഒരു സ്റ്റോറീസ് ഇതൊക്കെ പറഞ്ഞ്. അപ്പൊ അങ്ങനത്തെ ഒരു ഇതുണ്ട്. അത് എനിക്ക് തൊട്ടേ പുള്ളിക്ക് അതൊരു ഇതാണ്, പുള്ളിക്ക് ഇഷ്യൂ ആണെന്ന് തന്നെ പറയും. പിന്നെ എനിക്ക് പറഞ്ഞ പുള്ളി സ്ഥലം വിടുമല്ലോ, പുള്ളി കുറച്ചു നേരത്തേക്ക് ഒന്ന് മാറി നിൽക്കും, പുള്ളി ഒന്ന് വണ്ടി എടുത്ത് പുള്ളി പുറത്തു. പിന്നെയാണ് നമ്മളെ കോൺട്രവേഴ്സി സാധനം നടക്കുന്നത്. സംസാരിച്ചിട്ട് ഇവര് ഈ ബൈബിളിലോട്ടൊക്കെ എത്തും, അങ്ങനത്തെ ഒരു കോൺവെർസേഷനിലോട്ട് സംസാരിച്ചിട്ട് മതപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. റിലീജിയസ് ഫിഗർ കണ്ടിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ, റിലീജിയസ് വിശ്വാസം ഉണ്ടോ എന്നൊക്കെ ചോദിക്കും, വിശ്വാസം ഉണ്ടോ എന്ന് ചോദിക്കും. പക്ഷെ ആക്ച്വലി അതിൽ പുള്ളിക്ക് ദൈവവിശ്വാസം ഉള്ള രീതിയിലാണ് പറയുന്നത്. മുകളിൽ ഒരാളുണ്ട് എന്നുള്ള രീതിയിലാണ് പുള്ളി പറയുന്നത്. സ്റ്റാർസ് ക്രിയേറ്റർ എന്നുള്ളൊരു സംഭവം ചോദിക്കും. അപ്പൊ പുള്ളി പറയുന്നത് ഇത് ആദ്യമേ ഉണ്ടായിരുന്നു, വേൾഡ് ആദ്യമേ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്തോ ഒരു ശക്തി ഉണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് പുള്ളി പറയുന്നത്. വിശ്വസിക്കുന്നതല്ല. പിന്നെ പിന്നീടാണ് ഈ ഇവരെ കണ്ടിട്ടുണ്ടോന്ന് ചോദിക്കുന്നത്. ഏതെങ്കിലും ഈ അപ്പോസ്റ്റൽസ് മറ്റേ അവരുടെ കൂടെ നടന്ന 3 അപ്പോസ്റ്റൽസിനെ കണ്ടിട്ടുണ്ടോ, അങ്ങനെ ചോദിക്കും. ആ ഹിസ്റ്റോറിക്കൽ ഫിഗറിൽ നിങ്ങൾ ആരായിരുന്നു എന്നൊക്കെ ചോദിക്കും. അപ്പൊ ആ പുള്ളിക്ക് എങ്ങനെ ഡിസ്കംഫർട്ട് ആവും. പുള്ളി യെസ് പറയൂല, പറയൂല, പക്ഷെ അടിച്ചു വിട്ടാ എന്തായാലും വിശ്വസിക്കാൻ സാധ്യതയില്ല. ഞാൻ ആരാണെന്ന് പറഞ്ഞവർ വിശ്വസിക്കില്ല. മേജർ പിന്നെ മറ്റൊരു ഭയങ്കര ഡിവോട്ടിയാണ്, ക്രിസ്ത്യൻ ഡിവോട്ടിയാണ് ഈ അതൊരു പുള്ളിക്കാരിയാണ്. പുള്ളിക്കാരി ഭയങ്കര വിശ്വാസം, ഏജ്ഡും ആണ് അത്യാവശ്യം. പുള്ളിക്കാരി ഭയങ്കര വിശ്വാസിയാ. അപ്പൊ അവരും കൂടെ ഇരിക്കുമ്പോ ഇങ്ങനൊരു ബുദ്ധിമുട്ട് വിട്ട് കഴിഞ്ഞാൽ അതുകൊണ്ട് പുള്ളിക്കാരി ഇതിങ്ങനെ പറയാൻ വരുമ്പോ തന്നെ ബൈബിളിന്റെ കാര്യം എടുത്തിടുമ്പോഴേ പറയും ഇങ്ങനത്തെ ടോപ്പിക്ക് സംസാരിക്കണ്ട. അപ്പൊ തന്നെ പുള്ളിക്കാരി കൺവിൻസ്ഡ് ആണ്. കാരണം ഇവ ഇത് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരി തകർന്നു പോകും. അത് നീ ശ്രദ്ധിച്ചാൽ മതി, അങ്ങനെ ഒരു സംഗതി ഉണ്ട്. പുള്ളിക്കാരി മറ്റേ ഓൾഡ് ടെസ്റ്റ്മെന്റ് ന്യൂ ടെസ്റ്റ്മെന്റ് ഏതാണ് ഇത് എന്നൊക്കെ, ഒറിജിനൽ ഏതാണെന്ന് അങ്ങനെ രീതിയിലൊക്കെ ചോദിക്കും. പറഞ്ഞു വരുമ്പോ ഇങ്ങേര് മറ്റേ പറഞ്ഞു ഇങ്ങേര് വന്നിട്ട് നിങ്ങൾ ആരും ഞെട്ടരുത് എന്ന് വെച്ചാൽ പുള്ളിയുടെ സ്റ്റോറിയാണ് ജീസസിന്റെ രീതിയിൽ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു സാധനം. പുള്ളിയുടെ സ്റ്റോറിയിൽ നിന്നാണ് ജീസസ്. പുള്ളിയാണ് ജീസസ്. അത് പുള്ളിക്ക് പറയാനൊരു മടിയാണ്. പുള്ളി അത് കഥ പോലെ തന്നെയാണ് പറയണത്. അപ്പൊ പുള്ളി മറ്റേ ഉയർത്തെഴുന്നേറ്റതിന്റെ രഹസ്യവും പിന്നെ മറ്റേ പുള്ളി അത്ഭുതങ്ങൾ കാണിച്ചതൊക്കെ ഈ അതായത് മെഡിസിനൊക്കെ സംഭവം, മെഡിസിനൊക്കെ അവിടെ ഈസ്റ്റേൺ ട്രഡീഷൻസ് എന്നൊക്കെ മറ്റേ ഈ അത്ഭുതങ്ങളൊന്നും കാണിച്ചിട്ടില്ല. അത് അവിടെ അത്ഭുതമായിരുന്നു.
ആ ടൈമിൽ അത്ഭുതമായിരുന്നു. ടൈമിൽ ആ സാധനങ്ങൾ അത്ഭുതം. ബുദ്ധന്ന് പുള്ളി പഠിച്ച സാധനങ്ങളൊക്കെ ആ ഈസ്റ്റിൽ പോയി ആ യൂറോപ്യൻ ആ ഒരു സ്ഥലത്തൊക്കെ പുള്ളി പ്രചരിപ്പിക്കാൻ നോക്കി. ഈ എന്ന് വെച്ചാൽ ജീസസിന്റെയും ബുദ്ധയുടെയും ഏകദേശം സിമിലർ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് ദയ അങ്ങനെയുള്ള അവരുടെ നല്ല പോളിസീസ് ആണ്. അപ്പൊ അതിൽ കൂടെ തന്നെ എല്ലാവരും ഈ ഹീലിംഗ് എന്നൊക്കെ പറയുന്ന മാജിക് അല്ല ആക്ച്വലി, ഈ പുള്ളി പഠിച്ച മെഡിസിൻസ് വെച്ച് അവരെ ട്രീറ്റ് ചെയ്ത് അതാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഉയർത്തെഴുന്നേറ്റ കഥ പറയുന്നുണ്ട്. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധന്റെ ടീച്ചിങ് ഒക്കെ പ്രചരിപ്പിക്കണ ഈ റോം ഇത് കിങ്ങിനൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെയാണ് പുള്ളി ഈ പുള്ളിയെ ഓട്ടിക്കാൻ വേണ്ടിയും പുള്ളിയെ കൊല്ലാനുള്ള ഒരു സാധനത്തിലും അല്ല, അത് സംഗതി റോമിൽ പോയി പുള്ളി ഇത് പ്രചരിപ്പിക്കാൻ ശ്രമിക്കും, പക്ഷെ അവരത് അക്സെപ്റ്റ് ചെയ്യൂല. അപ്പൊ പുള്ളിക്കാരൻ അത് വേറൊരു സ്ഥലത്തേക്ക് മാറിയിട്ട് അവിടെ ഇത് പുള്ളിക്കാരൻ ഡിസൈപ്പിൾസിന്റെ അടുത്ത് കിട്ടും, ഈ പുള്ളി ഇത് പ്രചരിപ്പിക്കുക, അത് ഓക്കെയാണ്. പക്ഷെ അവരതൊരു മതപരമായ രീതിയിൽ കൊണ്ടുപോകും. അപ്പൊ ഇത് അവര് വേറെ ആൾക്കാരെ ഇതില് ഈ ഒരു മതത്തിൽ ചേർക്കാൻ അങ്ങനെ കൊണ്ടുവരും. അപ്പോഴത്തെ ഇത് റോമുകാർക്ക് ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെയാണ് പുള്ളിയെ കുരിശിൽ തറയ്ക്കുന്നത്. പുള്ളിയാണ് ജീസസ് എന്നുള്ള രീതിയിലാണ് ഇത് പറയുന്നത്, കുരിശിൽ തളയ്ക്കുന്നതും ഇതെല്ലാം പറയുന്നത്. പിന്നെ ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റി എന്തുകൊണ്ടാണ് അതിന്റെ പറ്റി പറയുന്നുണ്ട്. അത് ആക്ച്വലി പുള്ളി ബുദ്ധയിൽ നിന്ന് പഠിച്ച ഒരു മെഡിറ്റേഷണൽ സംഗതി പോലെയാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഹാർട്ട് ബീറ്റ് മരിച്ചതുപോലെ പുള്ളിക്ക് ആവാൻ പറ്റും എന്ന് വെച്ചാൽ ഹാർട്ട് ബീറ്റ്, കാരണം വേദന സഹിക്കാൻ കൺട്രോൾ ചെയ്യാനും പിന്നെ ഹാർട്ട് ബീറ്റ് കൺട്രോൾ ചെയ്ത് ഡെഡ് ആയ പോലെ പുള്ളിക്ക് അങ്ങനെ കഴിയുമെന്ന് പറയുന്നുണ്ട് അതിൽ. അപ്പൊ 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ എനിക്കൊന്നും അവരെ ഇതിൽ നിന്ന് ഇറക്കും. പുള്ളിക്കാരൻ്റെ എന്ന് വെച്ചാൽ ഡിസൈപ്പിൾസ് തന്നെ അതിൽ നിന്ന് ഇറക്കിയിട്ട് പുള്ളിക്കാരൻ ഒരു കേവിൽ കൊണ്ടുപോയി അവിടെ കിടത്തും. പക്ഷെ അവിടെ വെച്ച് പുള്ളിക്ക് ഈ ഹീലിംഗ് പ്രോസസ്സ് ഉള്ളത് കൊണ്ട് പുള്ളി റിട്ടേൺ ആയിട്ട് വരുന്നു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അവിടെ നിന്ന് പുള്ളി എസ്കേപ്പ് ആവുന്നു. അപ്പൊ പിന്നെ അത് ഫോളോ ചെയ്താണ് ഇങ്ങനെ മീൻസ് ആൾക്കാർ കണ്ടു അവർ കാണുന്നു. അപ്പൊ അവര് വിചാരിച്ച പുള്ളി മാജിക്കലി ഉയർത്തെഴുന്നേറ്റു എന്നുള്ള രീതിയിൽ അങ്ങനെയാണ്. പിന്നെ അത് ഫോളോ ചെയ്താണ് ഇങ്ങനെ ഒരു റിലീജിയൻ എന്നുള്ള എഴുത്തിലാണ് കൂടുതലും ഇഷ്ടമല്ല. എന്നുവെച്ചാൽ പുള്ളി അതിൽ പറഞ്ഞ വെള്ളത്തിൽ നടന്നിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആക്ച്വലി എനിക്ക് തോന്നുന്നു ഭയങ്കര കോൺട്രവേഴ്സി സാധനം ആയിരുന്നു ആ സമയത്ത്. എനിക്ക് തോന്നുന്നു അവരെ ചോദിക്കുന്നുണ്ട്, കുട്ടിക്കാലം പറയുന്നുണ്ട്, പിന്നെ മറ്റേ നെയ്യ് അടിച്ചില്ലേ, ആണി അടിച്ചതിന്റെ പാടുണ്ടോന്ന് ചോദിക്കുന്നുണ്ട്. അത് ആദ്യമേ പുള്ളി അതിനൊരു എക്സ്പ്ലനേഷൻ പറയുന്നുണ്ട്. പുള്ളിക്ക് ഇങ്ങനെ അസുഖങ്ങൾ വന്നിട്ടുണ്ട്, ചിക്കൻ ബോക്സ്, പക്ഷെ അതിനൊന്നും പുള്ളിക്ക് സ്കാർ വരത്തില്ല പുള്ളിയുടെ ബോഡിയിൽ എന്ന് പറയുന്നുണ്ട്. അതാണ് പുള്ളി അതിനുള്ള എക്സ്പ്ലനേഷൻ പറയുന്നത് കയ്യില്. പിന്നെ യേശുവിന്റെ കുട്ടിക്കാലമൊക്കെ ഇതിലുണ്ടെന്ന് പറയുമ്പോൾ പറയുന്നത് ഇത് ആൾക്കാർക്ക് ബിലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവര് തന്നെ ഒരു കണക്ഷൻ ഉണ്ടാക്കി എഴുതിയതാണ് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അതെന്ന് വെച്ചാൽ ഇപ്പൊ ഈ ബൈബിളിൽ ഇങ്ങനെ കുറെ പുള്ളി പറയുന്നത് ബൈബിളിൽ ചെയ്തിട്ടുള്ള സാധനങ്ങളൊന്നും പുള്ളി അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ എന്നാലും ഒരു ഈ സ്റ്റോറി ലൈൻ വരുമ്പോഴാണല്ലോ ഈ ഈ പണ്ടൊക്കെ റിലീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൂളും കൂടെയാണ്. ഒരു രാജ്യം എക്സ്പാൻഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു എംപറർ എക്സ്പാൻഡ് ചെയ്യാനൊക്കെ റിലീജിയൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ടൂളായിരുന്നു. അപ്പൊ അതിൽ കൂടുതൽ കൺവേർട്സ് ഒക്കെ ഉണ്ടാവണമെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു വിശ്വസനീയമായ കഥകളും വിശ്വസനീയമായ സംഭവങ്ങളും ഒക്കെ വേണം. അപ്പൊ അതാണ് തോന്നുന്നു പുള്ളി അതിൽ കൂടെ ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ സ്റ്റോറീസ് ഒക്കെ ഉണ്ടാക്കിയതാണ് എന്നുള്ളതാണ് പറയുന്നുണ്ട്. പിന്നെ പുള്ളി അതിനിടയ്ക്ക് അവര് വേറെ ചോദിക്കുന്നുണ്ട്, ഇതുപോലെ ആരെങ്കിലും പരിചയപ്പെട്ടിട്ടുണ്ടോ പുള്ളിയുടെ കഴിവുള്ള അതിന്റെ മരിക്കാത്ത ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിൽ ഒരാളെ പറ്റി പറയുന്നത് വെച്ചാൽ 1600 എന്തോ പുള്ളിക്കാർ ഒരാളെ കണ്ടിട്ടുണ്ട്. പുള്ളിക്കാരന്റെ സ്റ്റോറിയും ഭയങ്കര കൺവിൻസിങ് ആയിരുന്നു. അപ്പൊ ഇവർക്ക് പരസ്പരം ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരനും ഇതുപോലെ. പിന്നെ അപ്പൊ അവര് ചോദിച്ചു പിന്നെ കണ്ടിട്ടുണ്ടോ പുള്ളിയെ എന്ന് ചോദിക്കുന്നത്. അപ്പൊ പറയുന്നുണ്ട് 200 വർഷങ്ങൾക്ക് ശേഷം എന്തോ ബ്രസലോ അങ്ങനെ എന്തോ ബെൽജിയത്തിലുള്ള റെയിൽവേ സ്റ്റേഷൻ 200 വർഷത്തിന് ശേഷം കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. 1800 സംതിങ് കണ്ടിട്ടുണ്ട്. പിന്നെ അങ്ങനെ കണ്ടിട്ടില്ല. അതൊക്കെ നല്ല രസം. എന്ന് വെച്ചാൽ ഭയങ്കര കൂടുതൽ അറിഞ്ഞുകൂടാ പുള്ളിക്കാരൻ. ഒരു എന്ന് വെച്ചാൽ കണ്ട് സംസാരിച്ചൊന്നുമില്ല, ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്ന കണ്ട്, പക്ഷെ തിരക്കിനിടയിൽ കാണാം, പിന്നെ ചേസ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള രീതി പറയുന്നുണ്ട്. അപ്പൊ ചിലപ്പോ അവര് വേറെ ഒരു ദൈവമായിട്ടായിരിക്കാം, മേ ബി അങ്ങനെ ദൈവത്തിനെ പോലെ ആയിരിക്കാം ബാക്കിയുള്ളവർ അങ്ങനെ കാണാം, വേറെ ചിലപ്പോ കാണാം, അങ്ങനെ പോസിബിൾ ആണ്. പിന്നെ ഇതിനിടയ്ക്ക് നമ്മുടെ ഇതിനൊക്കെ സിമ്പിൾ ചെറുതായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. നമ്മുടെ ഈജിപ്ഷ്യൻ ഗോഡിന്റെ ഐസസും പിന്നെ നമ്മുടെ ഇസ്താറിനെ പറ്റിയൊക്കെ നമ്മുടെ അതിലെ ഇഷ്ടം, നമ്മുടെ ഇതിലെ ലോകയിലെ ഇസ്താറിനെ പറ്റിയൊക്കെ പറയാം. സുമേറിയൻ അല്ല, പക്ഷെ ഇസ്താർ ആക്ച്വലി ഒരു ഇതുണ്ട്, ഒരു ഫിഗർ ഉണ്ട്, ഹിസ്റ്റോറിക്കൽ ഫിഗർ ഉണ്ട്. അങ്ങനെ ഇങ്ങനെ പറഞ്ഞു വന്ന് ഇവര് മറ്റേ ബാക്കിയുള്ള ഈ വിശ്വാസമുള്ള ആൾക്കാർക്ക് ഇത് ഒരു ഡിസ്കംഫർട്ട് ആയിരുന്നു. മറ്റേ പുള്ളിക്കാരിക്ക് ഭയങ്കര ഡിസ്കംഫർട്ട് എന്ന് വെച്ചാൽ ഇത്രയും കാലം ഇവര് വിശ്വസിച്ചിരുന്ന സംഭവം പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവമാണ് എന്ന് കേട്ടപ്പോഴത്തേക്കും ഒരു പുള്ളിക്കാരി അവര് കരഞ്ഞു. കാരണം അവര് ഭയങ്കരമായിട്ട് ഡിവോട്ടിയാണ്, ക്രിസ്ത്യൻ ഡിവോട്ടിയാണ്. അപ്പോഴവർ കരഞ്ഞ് ഈ ജീസസിന്റെ കഥ ഇങ്ങനെയാണ്, പുള്ളിയാണ് ജീസസ് എന്ന് പറഞ്ഞപ്പോ അവർക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല.
അപ്പോഴത്തേക്ക് ഇവർക്കൊരു ബോധ്യമുണ്ട് ഇത് സത്യമാണോ, ഇത് ഏകദേശം കൺവിൻസിങ് ആണ്. അപ്പോഴാണ് നമ്മളെ മറ്റേ സൈക്കാട്രിസ്റ്റ് വീണ്ടും തരുന്നത്. വന്നിട്ട് ഇങ്ങനെ ഇട്ട് ഇത് പറയും, നിങ്ങൾ ഇങ്ങനെ പറയുന്നത് ശരിയല്ല, ഇത് നിങ്ങള് എന്ന് വെച്ചാൽ ലൈൻ ക്രോസ് ചെയ്തെന്ന്, ബോർഡർ ലൈൻ ക്രോസ് ചെയ്തിട്ടുണ്ട്. ഇത് ബാക്കിയുള്ളവരുടെ ഇമോഷൻസിനെ കളിക്കരുത്, നിങ്ങളിത് കളിയാണ് പറയുന്നതെങ്കിൽ അത് സമ്മതിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് പുള്ളി അപ്പം പുള്ളിക്ക് ഒരു റൂമിനെ റീഡ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ മനസ്സിലാവും കയ്യിന്ന് പോയ ആ ലൈൻ പിടിക്കും. അപ്പൊ ഇതൊരു സ്റ്റോറിയാണ് എന്നുള്ള രീതിയിൽ പുള്ളി അതാണ് ഒരു സ്റ്റോറി മനസ്സിൽ വന്നപ്പം അതുവഴി അങ്ങ് പോയതാണ്. പക്ഷെ ബാക്കിയുള്ളവരും തകർന്നു. പക്ഷെ വിശ്വസിച്ചവർ, ഈ ഡിവോട്ടി അല്ല അല്ലാത്തവരും ഇത്രയും നല്ലതായിട്ട് ഈ ഡിവോട്ടിക്ക് ഒരു ആശ്വാസം വരുന്നത്, ഇത് പ്രാങ്ക് ആണെന്ന് കേട്ടപ്പോ ഈ ഡിവോട്ടിക്ക് ഒരു ആശ്വാസം, അവര് ഭയങ്കര ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ ബാക്കി ഒരു 2-3 പേർക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അവരെ പറ്റിക്കണതും അവര് ചിലപ്പോ സത്യമാണെന്ന് വിചാരിച്ചോണ്ടിരുന്നത് പെട്ടെന്ന് പോയ പോലെ അവർക്ക് ഫീൽ ചെയ്യും. കാരണം ഇതില് പുള്ളിക്ക് എല്ലാത്തിനും ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട്, അതാണ് അവർ പറയുന്നത്. എന്നിട്ട് അവർ പറയുന്നത് അതൊരു ഇപ്പം നമ്മള് ഗെയിം ഓഫ് ത്രോൺസ് ആണെങ്കിൽ അവസാനത്തെ സീസൺ കാണുമ്പോൾ നമുക്കൊരു അവസാനത്തെ എപ്പിസോഡ് കാണുമ്പോൾ നമുക്ക് ഡിസപ്പോയിന്റഡ് ആകും. അതങ്ങനെയാണ്. ഒരു നല്ലൊരു സ്റ്റോറി കൊണ്ടുവന്നിട്ട് ഇങ്ങനെ അയ്യനെ പറ്റിച്ച് അല്ലെങ്കിൽ ആ ഒരു എൻഡിങ് നമ്മൾ വിഷമിച്ചു പോകും. ഇത് കേൾക്കുമ്പോഴത്തേക്ക് എല്ലാരും ഇതായിട്ട് പിന്നെ ഇറങ്ങി പോകാൻ തുടങ്ങും. എനിക്ക് അതില് ഒരാൾക്ക് എന്തോ മാത്രമേ ഇത് കൺവിൻസ് ആയിട്ട്, രണ്ടുപേർക്ക് ഏതാണ്ട് കൺവിൻസ് ചെയ്യും. ഒന്ന് ബയോളജിസ്റ്റിനും കൺവിൻസ്ഡ് ആണ് ബയോളജിസ്റ്റ്, പക്ഷെ എന്നാലും പുള്ളി പെട്ടെന്ന് ഇത് പ്രാങ്ക് ആണെന്ന് കേൾക്കുമ്പം അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ ഈ ആന്ത്രോപോളജിസ്റ്റിന് അക്സെപ്റ്റ് ചെയ്യൂല. പുള്ളിക്ക് ഒരു ഡൗട്ട് ഉണ്ട്. പുള്ളിയുടെ ഡൗട്ടുണ്ട്. എന്നാലും പുള്ളി പറയും നൈസ് സ്റ്റോറി ആയിരുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് പോകും. പക്ഷെ എനിക്കൊന്ന് മറ്റേ ഒരു പുള്ളിക്കാരി ഉണ്ട്, എന്ന് വെച്ചാൽ പുള്ളിക്കാരനെ താല്പര്യമുള്ള ഇഷ്ടമുള്ള ഒരു പെൺകുട്ടി ഉണ്ടായത്. പുള്ളിക്കാരി ഹിസ്റ്ററിയാണ്. പക്ഷെ എനിക്ക് പുള്ളിക്കാരിക്ക് തുടക്കം തൊട്ടേ ജോണിന് ഇഷ്ടമുള്ള ആള്, ജോണിന് ഇഷ്ടമുള്ള ജോൺ എന്ന് പറഞ്ഞ ക്യാരക്ടറിന് ഇഷ്ടമുള്ള ആളെന്ന് വെച്ചാൽ ഇതിൽ ഹീറോയിൻ ആയിട്ട് കൂട്ടും. പുള്ളിക്കാരിക്ക് സത്യം പറഞ്ഞാൽ ഹിസ്റ്ററി അറിയാന്നുള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്നു പുള്ളിക്കാരൻ പറഞ്ഞതെല്ലാം പുള്ളിക്കാരി ആ സൈഡിൽ നിന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. പുള്ളിക്കാരി ക്വസ്റ്റ്യൻ ചെയ്യൂല ഒരിക്കലും, ശ്രദ്ധിച്ചാൽ മതി. ചോദിക്കില്ല. കാരണം പുള്ളിക്കാരിക്ക് അതിൽ അവസാനം വരെ ഒരു വിശ്വാസമുണ്ട്. കാരണം പുള്ളിക്കാരി ഹിസ്റ്ററിയും കൂടെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നത്. എന്ന് വെച്ചാൽ അവസാനം വരെയും അങ്ങേരിലൊരു വിശ്വാസം, അങ്ങേരി ഇങ്ങനെ ആൾക്കാരുടെ മനസ്സ് വെച്ച് കളിക്കുന്ന ഒരു മനുഷ്യനല്ല എന്നുള്ളൊരു വിശ്വാസമുണ്ട്. പിന്നെ അതിലുള്ള ആ സ്റ്റുഡന്റിനും ഒരു വിശ്വാസമുണ്ട്. പുള്ളിക്കാരി എന്ന് വെച്ചാൽ ആ ഫേസ് എക്സ്പ്രഷനിൽ നിന്ന് മനസ്സിലാവും പുള്ളിക്കാരിക്ക് അങ്ങനെ എന്ന് വെച്ചാൽ ചമ്മിയ ഒരു ഫീൽ ഇല്ല. ലാസ്റ്റ് വരെ ചിരിച്ചുകൊണ്ടാണ് പോകുന്നത്. അത് നല്ല രസമാണ് അവിടെയൊക്കെ. പിന്നെ ഒരു ക്ലൈമാക്സിൽ ഒരു ചെറിയ ട്വിസ്റ്റ് പോലെ അതൊരു സംഗതിയാണ്, ചെറിയൊരു കുഞ്ഞു സാധനമാണ്. എന്ന് വെച്ചാൽ നമുക്ക് കൺവിൻസ് ആവാൻ വേണ്ടി എല്ലാരും ഇങ്ങനെ ഇറങ്ങും. ഇറങ്ങിയിട്ട് ഈ മറ്റേ ഈ പുള്ളിക്കാരനോട് ഇങ്ങനെ ഇതിനെ പറ്റിയിട്ട് വീണ്ടും ഡിസ്കസ് ചെയ്യും. പുള്ളിക്കാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നായികയും ഈ ജോണും തമ്മിൽ ഇങ്ങനെ ഒരു പുള്ളിക്കാരി കാര്യമായിട്ട് കുശലല്ല, എത്ര ഭാര്യമാരുണ്ടായിരുന്നു. പിന്നെ ജോൺ ഓൾഡ് മാൻ എന്ന് പറയുന്നത് ഒരു ഓൾഡ് മാൻ എന്ന് പറഞ്ഞ ഒരു പണ്ണല്ലേ, അതായത് മറ്റേ വയസ്സായ ജോൺ എന്നുള്ളത് ഇങ്ങനെ ഒരു പേരിടും. അതിന്റെ കൂടെ എന്തെങ്കിലും അയാൾ ചുമ്മാ ഒരു കോമഡിക്ക് ഒരു പേരും കൂടെ പുള്ളി. പിന്നെ ജോൺ ജെ റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു ഫ്രേസ് വരുന്ന എന്തോ പേരുകളെ സെലക്ട് ചെയ്യാറുള്ളൂ. അങ്ങനെ മറ്റേ ജീസസുമായിട്ട് സിമിലർ ആവാൻ വേണ്ടിയിട്ട് സാധനങ്ങളായിരിക്കും. അങ്ങനെ അതാണ് തോന്നുന്നു. അപ്പോഴാണ് അതിന്റെ ഒരു ചെറിയൊരു ട്വിസ്റ്റ് പോലെ പറയുന്നത്. അപ്പൊ അവരിങ്ങനെ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പുള്ളിക്കാരന്റെ ലാസ്റ്റ് വൈഫിനെ എന്ന് വെച്ചാൽ എല്ലാരും ഓർമ്മ കാണത്തില്ലല്ലോ, ലേറ്റസ്റ്റ് അതിന്റെ ഓർമ്മ കാണും. കാരണം എത്ര വർഷമായില്ല. പുള്ളിക്കാരൻ 60 വർഷത്തിന് മുകളിലുള്ള ഒരു സംഭവം പറയും. ലാസ്റ്റത്തെ ഒരു സാധനം 60 വർഷത്തിന് മുമ്പ് ഞാൻ ഇന്ന ഒരു സ്ഥലത്ത് കെമിസ്ട്രി പ്രൊഫസർ ആയിരുന്നു, പേര് ജോൺ എന്തോന്നാ. അത് ഈ വില്ല് എന്ന് പറഞ്ഞാൽ ഈ സൈക്കാട്രിസ്റ്റ് ഓവർ ഹിയർ ചെയ്യും. അപ്പോഴത്തേക്ക് ഈ പേര് കേൾക്കുമ്പോഴാണ് പുള്ളി പാനിക്കാം. പുള്ളിക്ക് ഒരു ഡൗട്ട് അടിക്കും എന്തോ ഒരു പന്തിയുടെ. അപ്പൊ പുള്ളിക്കാരൻ വന്ന് ചോദിക്കും അവിടെ കെമിസ്ട്രി പ്രൊഫസർ ആയിരുന്നോ എന്ന് ചോദിക്കും. അപ്പോൾ പുള്ളിയുടെ യെസ് അയ്യാ എന്ന് പറയുന്നത്. അപ്പൊ പുള്ളിക്കാരൻ എന്നിട്ട് അമ്മയുടെ പേര് ചോദിക്കും, എന്ന് വെച്ചാൽ വൈഫിന്റെ പേരെന്തായിരുന്നു. അപ്പൊ അത് പുള്ളിക്കാരന്റെ അമ്മയുടെ പേരാണ് ആക്ച്വലി. അപ്പോഴും പുള്ളിക്കാരന് ഉറപ്പായി, ഏതാണ്ട് ഉറപ്പായി. എന്നാലും ഒരു ഫൈനൽ പ്രൂഫിന് വേണ്ടി ചോദിക്കും എനിക്ക് പട്ടിയുടെ പേര് പറഞ്ഞാൽ ജനിക്കുന്നതിന് മുമ്പ് ഒരു പട്ടി ഉണ്ടായിരുന്നു, അപ്പോൾ അതും പറയും എല്ലാ ക്വസ്റ്റ്യനും. പുള്ളിക്കാരന്റെ ഡാഡി ആയിരുന്നു. താടിയൊക്കെ ഉണ്ടായിരുന്നല്ലോ, താടിയൊക്കെ പഠിച്ചു കളഞ്ഞോ ഡാഡ്. എനിക്ക് 3 വയസ്സുള്ളപ്പോ അവര് ഇതേപോലെ എനിക്ക് തോന്നുന്നു 20 വർഷമായി ആ സ്ഥലത്ത്. അങ്ങനെ പുള്ളിക്കാരൻ ഡ്രോപ്പ് ചെയ്തിട്ട് പോയതാണ്. പിന്നെ അത് കേൾക്കുമ്പോൾ തന്നെ അവിടെ ഇമോഷണൽ സീനിൽ പുള്ളിക്കാരൻ അറ്റാക്ക് വരും. പുള്ളിക്കാരൻ അവിടെ മരിച്ചു വീഴുന്നതായിട്ടുള്ള സീനാണ്. അങ്ങനെയാണ് തീരുന്നത് എനിക്ക്. പക്ഷെ അതിൽ നമുക്ക് ഇമോഷൻ ഒന്നും അങ്ങനെ തോന്നുന്നില്ല. പുള്ളിക്കും അത് ഇമോഷൻ ആയിട്ടില്ല. അതെ, പുള്ളിക്കും ഒരു ഇമോഷൻലെസ് ആയിട്ടാണ് പുള്ളിയും പേര്. മകൻ മരിച്ചതാണ്. പക്ഷെ ഇതിൽ ആദ്യമായിട്ടാണ് കയ്യില്
സ്വന്തം കൈ കിടന്ന് മകൻ എന്നാലും പുള്ളിക്ക് ഒരു ഫീൽ ഉണ്ട്, ഒരു അറ്റാച്ച്മെന്റ് പോലെ ഉണ്ട് പുള്ളിക്ക്. എനിക്ക് പുള്ളി ആരെ ഫ്യൂണറൽ അറ്റൻഡ് ചെയ്യൂല, പക്ഷെ ഇത് അറ്റൻഡ് ചെയ്യുമെന്ന് പറയും, ഞാൻ ഫ്യൂണറലിന് വരും എന്നുള്ള പറയും. പിന്നെ എൻഡിൽ വേറെ ഒന്നും വലിയ ഇതായിട്ടില്ല. മറ്റേ കൊണ്ട് പോകും. നായികയ്ക്ക് ഇത് അക്സെപ്റ്റബിൾ ആണ്, നായികയ്ക്ക് ഓക്കെയാണ്, ജീവിക്കാൻ തയ്യാറാണ്. എന്തായാലും 20 വർഷം ഡ്രോപ്പ് ചെയ്താൽ കുഴപ്പമില്ല. 10 വർഷമാണ്. അല്ല ഇനിയിപ്പം മരിക്കുന്നവരെ കൂടെ കാണാല്ലേ, ഈ കഥയൊക്കെ അറിയാലോ. അതെ അങ്ങനെ കാണണം. എങ്ങനെ അല്ല ഈ നായിക വയസ്സാവുന്നവരെ കൂടെ നിക്കാലോ, കൂടെ നിക്കാം. എന്നാലും അവരെ പാർട്ണർഷിപ്പ് എങ്ങനെ കൊണ്ടുപോയി പുള്ളി എങ്ങായിരിക്കുമ്പോഴ് ക്യൂരിയസ് കേസ് ഓഫ് ബെഞ്ചമിൻ ബട്ടൺ കണ്ടിട്ടുണ്ടോ? അതില് ഇതുണ്ട്, അതിലെന്ന് വെച്ചാൽ തിരിഞ്ഞു വരും, വയസ്സായിട്ട് നേരെ കുഞ്ഞാ. അപ്പൊ അതില് പുള്ളിയുടെ നായികക്ക് ഇങ്ങനെ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരിക്ക് ഒരു 19 വയസ്സാവും, അവൻ 20 വയസ്സായ 30 വയസ്സായ ആ ഒരു ഇതിൽ നിൽക്കും. അപ്പൊ അവർക്ക് ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്, ഇങ്ങനെ കൊണ്ടുപോകാന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടാണ്. ആ ഒരു സംഭവം. പിന്നെ മറ്റേ ഏജ് ഓഫ് അഡലിൻ അങ്ങനെ ഒരു പടം ഉണ്ട്, അത് ഒരു പുള്ളിക്കാരി അവര് മരിക്കൂല, അതുകൊണ്ട് അങ്ങനെ ഉണ്ട്. എന്നുവെച്ചാൽ പുള്ളിയുടെ ഒരു ലൈനായിട്ട് പുള്ളിയുടെ അച്ഛനുമായിട്ടും എന്നിട്ട് അവരിങ്ങനെ വീട്ടിൽ വരുമ്പോഴത്തേക്ക് ഹെൻറി ഫോർഡ്, ഹാരി ഫോർഡ് അച്ഛൻ ക്യാരക്ടറായിട്ട്. ഇതില് എൻഡിങ് അങ്ങനെയാണ്, പുള്ളിക്കാരി അക്സെപ്റ്റ് ചെയ്ത് പോകുന്നു എന്ന് പറഞ്ഞു. എനിക്കൊരു ഈ സിനിമയ്ക്ക് സെക്കൻഡ് പാർട്ടും ഉണ്ടെന്ന് തോന്നുന്നു. സെക്കൻഡ് പാർട്ടും ഉണ്ട്, അത് കണ്ടിട്ടില്ല. ഇത് ഈ സിനിമയുടെ മറ്റേ റൈറ്റിംഗ് കൊണ്ടാണ് ഈ സിനിമ സക്സസ് ആയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് ടൊറന്റിലൊക്കെയാണ് ഹിറ്റ് ആയത്. കാരണം ഭയങ്കര എക്സ്പെക്ടേഷനോടെ കാണാൻ, ഒരു സ്റ്റോറി ടെല്ലിംഗ് പോലെ കാണാൻ, വളരെ ഒരു ബഡ്ജറ്റ്, ഭയങ്കര ലോ ബഡ്ജറ്റ് ഫിലിമാണ്. അതിൽ നായകന്മാരാണെങ്കിലും വലിയ രീതിയിൽ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ഒന്നും അല്ല. ഇല്ല, ഒരു സ്റ്റോറിയുടെ ഇതിലാണ് ഈ പടം. റൈറ്റിംഗ് ആണ്, അതിന്റെ റൈറ്റിംഗും ആ ഡയലോഗും എന്ന് വെച്ചാൽ ഇതൊരു സയൻസ് ഫിക്ഷൻ ആയിട്ടുള്ള സാധനമാണ്. സയൻസ് ഫിക്ഷൻ, ഒരു റൂമിന്റെ അകത്ത് സയൻസ് ഫിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒന്നുമില്ല, പ്രൂഫ് ആയിട്ട് ഒന്നുമില്ല. അങ്ങനത്തെ രീതിയിലാണ്, നമുക്കും ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റൂല. അങ്ങനത്തെ രീതിയിലാണ് പുള്ളി മേക്ക് ചെയ്തേക്കണം. സ്റ്റോറി ടെല്ലിംഗ് ആണ് മൊത്തം സ്റ്റോറി ടെല്ലിംഗ് ആണ്. പക്ഷെ ഇതിന് ഇൻസ്പയർഡ് ഐഡിയ എടുത്താൽ കൊള്ളാം. നമ്മുടെ ഇതിൽ നമ്മൾ സൂപ്പർ ഹീറോ കൊണ്ടുവന്നില്ല, ആ ക്യാരക്ടർ അത് കൊള്ളാം. എനിക്ക് തോന്നുന്നു മറ്റേ കുറെ കമ്പാരിസൺ എടുക്കാൻ പറ്റുമല്ലോ, ഇഷ്ടം പോലെ ഉണ്ട്. ഒന്നാ വാമ്പയറിന്റെ പറയുന്നത് ഇത്ര വർഷം കൂടുമ്പോൾ മാറുന്നതും, ചിലപ്പോൾ മറ്റേ മൂത്തോന്റെ ക്യാരക്ടർ ഇമോർട്ടൽ ആയിട്ടുള്ള മൂത്തോന്റെ അതുപോലെയുള്ള ദൈവികമായിട്ട് എനിക്ക് തോന്നുന്നു. ഇനി ആ ഒരു ഓൾഡ് സാധനമൊക്കെ ഇതില് ഈ മൂത്തോന്റെ കാര്യത്തിൽ ചിലപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുമായിരിക്കും. പിന്നെ എങ്ങനെ ദൈവമായിട്ട് നമ്മളെ കുറെ ഇതില്ലേ, കുറെ സിവിലൈസേഷനിൽ ദൈവമായിട്ട് വരുന്നതും അതൊക്കെ ഇത് റിലേറ്റഡ് മൂത്തോന്റെ അതുപോലെ കാണിക്കുന്നുണ്ടല്ലോ. അപ്പൊ എനിക്ക് തോന്നുന്നു അതിലും കുറെ ഇൻസ്പയർഡ് ആണ്. ഇതിന്റെ കഥ ഏകദേശം അതുമായിട്ട് സിമിലർ ആണ് തോന്നുന്നത്. ഇമോർട്ടൽ എന്ന് പറയുന്ന ഒരു സാധനം, ഇമോർട്ടൽ എന്ന് പറയുന്ന സാധനം അത് വേണമെങ്കിൽ ഇതിന്ന് ഫുൾ ആയിട്ട് വേണമെങ്കിൽ ഇവർക്ക് ഇതിലോട്ട് കൊണ്ടുവരാം, അഡാപ്റ്റ് ചെയ്യാൻ. പക്ഷേ സൂപ്പർ നാച്ചുറൽ ആയിരിക്കും, കുറച്ചുകൂടെ പവറും. ഇത് സാധാ ഒരു മനുഷ്യന്റെ ഇമോർട്ടൽ. ഇത് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഇതിനെക്കാട്ടിയും കുറച്ചുകൂടി ഈ അണ്ടർലൈങ് ഇതായിട്ടുള്ള ഈ ഇമോഷൻസ് ഉണ്ടല്ലോ ആൾക്കാർക്ക്, അങ്ങനെ ഒരു സംഗതിയാണ്. ഒരു ഇമോഷൻസ് അവർക്ക് ഈ റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവരുടെ ലോകത്ത് അവർക്ക് കുഴപ്പമില്ല. റിലീജിയസ് എന്ന് മാത്രം പറയാൻ പറ്റില്ല. ഇപ്പൊ ഒരാളെടുത്ത് വന്നിട്ട് ഇപ്പൊ ഇത്രയും നാള് ഒരു ഫാദർ എന്ന് പറയുന്ന ഒരാള് ഇന്നത്തോട്ട് ഫാദർ അല്ല എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഡൗൺ ആയി പോകും. അതേപോലത്തെ ഒരു സാധനമാണ് മറ്റേ അവർക്കും. ഇപ്പൊ ജീസസ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അവർക്കൊരു കുറെ വിശ്വാസങ്ങൾ, കുറെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പൊ അതെല്ലാം ഇല്ലാണ്ടായി പോവാന്ന് പറയുമ്പോൾ ആ ഒരു ടൈമില് ഒരു ഏത്തിസം അങ്ങനത്തെ സാധനങ്ങൾ ഗ്രാജുവൽ പ്രോസസ്സിൽ പോകുന്നെങ്കിൽ അത് കുഴപ്പമില്ല, അതൊരു അക്സെപ്റ്റബിൾ ആണ്, നമുക്ക് കുഴപ്പമില്ല. ബ്രേക്ക് ഡൗൺ ആയിപ്പോ നമ്മുടെ മനസ്സെ ഇത്രയും കാലം വിശ്വസിച്ചിരുന്ന ഒരു സാധനം അല്ലാന്ന് കേൾക്കുമ്പോൾ നമ്മള് ഇമോഷണലി അങ്ങ് ഇതായി പോകും. അപ്പൊ അതിന്റെ ഒരു സാധനമാണ് അവർക്ക് ഉണ്ടായെന്നാണ് എനിക്ക് തോന്നുന്നത്. പുള്ളിക്ക് അത് ബ്രേക്ക് ചെയ്യണമെന്ന് താല്പര്യമില്ല, ഇത്രയും വരെ കൊണ്ടുവന്ന് എത്തിച്ച് പുള്ളിക്ക് അത് ബ്രേക്ക് ചെയ്ത് പോയപ്പോഴാണ് അത് കയ്യിൽ നിന്ന് പോവും. ആൾക്കാർക്ക് ഇങ്ങനെ ജീവിക്കാനും ഇങ്ങനെ പോയി ഒരു ചെറിയ കാലം വിശ്വസിച്ചിരുന്നത് പോലെ പോവാനാണ് പുള്ളി നല്ലത്. അങ്ങനത്തെ ഒരു രീതിയിലാണ് പുള്ളി അത് പ്രാങ്ക് എന്നുള്ള രീതിയിൽ. അതെന്ന് വെച്ചാൽ ഒരു അൾട്ടിമേറ്റ്ലി എല്ലാവർക്കും ഒരു ഡിസപ്പോയിന്റ്മെന്റ് എല്ലാം ഉണ്ടാവും. ഇപ്പൊ ഈ പുള്ളിയുടെ സാധനം ഒറിജിനലാണ് എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാനില്ല, മറ്റേങ്ങൾക്ക് മാത്രം എല്ലാം കിട്ടും, ഒരു ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ടാവും. നമ്മുടെ ലൈഫിനോട് ഒരു ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ടാവും. അല്ല ഇത്രയും കൊല്ലം ജീവിക്കുക എന്ന് പറയുന്നത് അതൊരു ഇതല്ലേ, ബുദ്ധിമുട്ടല്ലേ? അത് പക്ഷെ പുള്ളി തന്നെ പറയുന്നുണ്ട്
എന്ന് പറഞ്ഞാ പുള്ളിക്ക് മരിക്കാൻ തോന്നിയിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോഴേ തന്നെ പുള്ളി പറയുന്നുണ്ട്, എന്തിനു മരിക്കുന്നത്, എനിക്ക് ജീവിച്ചിരിക്കാന് നമ്മളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്തല്ലേ ഇത്രയും വർഷം. അല്ല നമ്മളാണെങ്കിൽ ഇങ്ങനെ ഈ 14,000 വർഷം ജീവിക്കാന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് അങ്ങനെ ഒരു കഴിവുണ്ടെങ്കിലും 14,000 വർഷം ജീവിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. കാര്യം എന്തെങ്കിലും ഒരു ആക്സിഡന്റ് എങ്കിലും പോണ വഴിക്ക് സംഭവിക്കും. അല്ല ഇങ്ങനെ അതിനൊന്നും ഓവർകം ചെയ്യാനുള്ള സൂപ്പർ പവർ ഒന്നും ഇല്ല. സൂപ്പർ പവർ അസുഖത്തിനും അസുഖം ഇപ്പം വലിയൊരു ഭയങ്കരമായിട്ട് ബ്ലാക്ക് ബോക്സ് ഒക്കെ വന്നിട്ടുണ്ടെന്ന്. ബ്ലാക്ക് ബോക്സ് സ്മോൾ പോക്സ് എന്താണ്, ബ്ലാക്ക് പ്ലേഗ്. ബ്ലാക്ക് പ്ലേഗിന്റെ സമയത്ത് അങ്ങേർക്ക് ആ അസുഖം വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങേര് മരിച്ചു. ആ സമയത്ത് ബ്ലാക്ക് പ്ലേഗിന്റെ സമയത്തുണ്ടായിരുന്നല്ലേ പറയണത്, സർവൈവ് ചെയ്തെന്നാണ് പറയുന്നത്. പക്ഷെ അത് വന്നെന്നുള്ള രീതിയിലാണ് ബ്ലാക്ക് പ്ലേഗ് എന്ന് പറഞ്ഞ സംഭവം ഒരു കാലഘട്ടത്തിൽ ഭയങ്കര ഇതുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് സർവൈവ് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് നമുക്ക് വന്നില്ല. ഇപ്പൊ കോവിഡ് സമയം നമ്മൾ സർവൈവ് ചെയ്തതാ, നമുക്ക് കോവിഡ് വന്നില്ലല്ലോ, അങ്ങനെ പറയണതാ. പക്ഷെ അസുഖങ്ങൾ വരാറുണ്ട്. മലേറിയ വന്നിട്ടുണ്ട്, നിമോണിയ. പുള്ളിക്ക് ഈ പ്രീ ഹിസ്റ്ററിയിലുള്ളത് അറിഞ്ഞൂടാ, ഏത് അസുഖമാണ് ഇതാണ് വന്നിട്ടുണ്ടെന്നൊന്നും അറിഞ്ഞൂടാ. പക്ഷെ എന്നാലും ചാൻസസ് ആർ ഹൈ. നമ്മൾ മരിക്കാനുള്ള ചാൻസസ് ആണ് സത്യം പറഞ്ഞാൽ ജീവിക്കാനുള്ളതിനെക്കാട്ടി കൂടുതൽ അല്ലെ, കൂടുതൽ 14,000 വർഷം. 1000 വർഷമല്ല, 500 വർഷമല്ല, 14,000 എന്ന് പറയുമ്പോൾ എത്ര വർഷം. എന്തൊക്കെ ചെയ്താണല്ലേ. നമ്മളിപ്പോ ഇവിടെ നിൽക്കുന്ന നമുക്ക് പോലും സർവൈവൽ ചാൻസിനെക്കാട്ടിയും കൂടുതൽ മരിക്കാനുള്ള ചാൻസ് ആണ് കൂടുതൽ. അപ്പൊ അതുകൊണ്ട് ഈ 14,000 വർഷം ഈസ് വെരി ഭയങ്കര ലക്കിയാണ്. അതിലും പറയണുണ്ട് നിങ്ങൾ ഭയങ്കര ലക്കിയാണ്. അങ്ങനെ ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സമ്മതിക്കുക. ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ലീവ് അമംഗ് അസ് അങ്ങനെ എന്തോ പറയല്ലോ, മറ്റേ ലോകെ പറയും കണക്ക് ലീവ് അമംഗ് അസ്. പിന്നെ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ഇപ്പം പുള്ളി ഇത്രയും 14,000 വർഷം ജീവിച്ചിരുന്നെങ്കിൽ പോലും ഒരു നമുക്ക് ഇപ്പം ഒരു ഇന്റലിജൻസ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, ആ ഒരു ഇന്റലിജൻസ് ഭയങ്കര വലിയൊരു ഭയങ്കര ബുദ്ധിമാനായ ആളോ അല്ലെങ്കിൽ ഭയങ്കര ഇന്റലിജന്റ് ആയിട്ടുള്ള ഒന്നും ആയില്ല. പുള്ളി നോർമൽ ഡിഗ്രികളുണ്ട് എന്ന് പറയുന്നത്. പക്ഷെ പുള്ളി നോർമൽ ഇന്റലിജന്റ് ആണ്, അങ്ങനെയാണ് പറയുന്നത്. പുള്ളിക്ക് ആ ഡിഗ്രി എടുക്കാൻ സമയം ഉണ്ടായിരുന്നു. 17 ഡിഗ്രി സമയം എന്നുള്ളത് കൂടുതൽ കിട്ടിയെന്നേ ഉള്ളൂ. അല്ലാതെ ഒരു വലിയൊരു ഇന്റലിജന്റ് അങ്ങനെ ജീവിച്ചതിന്റെ ആ ഒരു ജീവിത പരിചയം മാത്രമേ ഉള്ളൂ, അല്ലാതെ ഉള്ള ഒരു ഇന്റലിജന്റ്. ഇപ്പം നമുക്ക് ഇങ്ങനെ 14,000 വർഷം ജീവിച്ചാലും നിങ്ങൾ ഭയങ്കരമായി ബുദ്ധിമാനാവും ഇതാവും എന്ന് പറയാൻ പറ്റൂല. ഇപ്പോൾ ഇന്റലിജൻസ് എന്ന് പറയുന്ന സാധനം എപ്പോഴും മനുഷ്യന്മാർ കൂട്ടത്തോടെ വന്നാൽ മാത്രമേ ആ കളക്റ്റീവ് ഇന്റലിജൻസ് തന്നെയാണ് ഏറ്റവും വലുത്. ഒരു സാധാരണ ഒരാള് വെച്ച് മുന്നോട്ട് പോണേക്കാട്ടിയും വലുത് തന്നെയാണ് കളക്റ്റീവ് ഇന്റലിജൻസ്. അതൊക്കെ അങ്ങനെ സബ്റ്റിലായിട്ട് പറഞ്ഞു പോയിട്ടുണ്ടെന്ന് തോന്നി. എന്ന് വെച്ചാൽ എല്ലാരും പോലെയാണ് അവരും ചിന്തിക്കുന്നത്. 14,000 വർഷം എന്ന് പറഞ്ഞ് വർഷം ജീവിച്ചെന്നും പറഞ്ഞ് ഭയങ്കര രീതിയിലുള്ള ഇന്റലിജൻസോ അല്ലെങ്കിൽ POVയോ നമ്മൾ ചിന്തിക്കുന്ന രീതിയൊക്കെ ഏതാണ്ട് സിമിലർ ആണ്. അങ്ങനത്തെ രീതിയല്ലേ. പിന്നെ പുള്ളി വലിയ ആളായിട്ടൊന്നും അല്ല ജീവിച്ചത്, ഫാർമറും അങ്ങനെ എന്ന് വെച്ചാൽ ഇതാണ് മനസ്സിലായി. ഭയങ്കര എക്സാജറേഷൻ ഒന്നുമില്ല. ചില മറ്റേ നമ്മുടെ ഇപ്പൊ കോമിക്സിലൊക്കെ ആണെങ്കിൽ ഇപ്പൊ പുള്ളി മെയിൻ വില്ലൻ ആയേനെ, ഹിറ്റ്ലറൊക്കെ ആയേനെ അല്ല. പക്ഷെ ഇതൊരു സാധാരണക്കാരനായിട്ട് പിഗ് ഫാമിങ്ങും അങ്ങനെയൊക്കെ ഉള്ള രീതിയിലാണ്. ദൈവമായിരുന്നു, അത് ശരിയാണ്, ദൈവമായിരുന്നു, ദൈവമായിരുന്നു, ശരിയാണ്, അങ്ങനെ ഒരു ക്യാരക്ടർ ആയിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു പിന്നെ പുള്ളി ഇങ്ങനെ നോർമൽ ഫാർമർ അങ്ങനെയുള്ള ഒരു ക്യാരക്ടർ, നോർമൽ ക്യാരക്ടർ, പ്രൊഫസർ അങ്ങനെയൊക്കെ ഉള്ള. അല്ല ഇപ്പൊ നമ്മളുടെ ഇടയിൽ ഇങ്ങനെ ഇപ്പം നമ്മൾ ആരെങ്കിലും ഇങ്ങനെ ആവണമെങ്കിലേ എക്സ്പോഷർ ആവാൻ ശ്രമിക്കുമോ? ഇല്ല. ഒരു സാധനം പുറത്ത് വിടാനേ നോക്കൂല. നമ്മള് ഇത് പറഞ്ഞ പുള്ളിക്കാരനെ കണക്കിനെ എസ്കേപ്പ് ആയിട്ട് ജീവിക്കാനേ നോക്കോളം തോന്നും. അല്ലെങ്കിൽ നമ്മളെ എസ്കേപ്പ് ആയിട്ട് ജീവിക്കാനും പറ്റൂല. ഇന്നത്തെ കാലത്ത് ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ബെൽജിയത്തില് ജയിലിൽ കിടന്നിട്ടുണ്ടെന്ന് അങ്ങനെ പറഞ്ഞിട്ട്. അതുകൊണ്ട് നമ്മള് ഇതായിട്ട് മാറി നിന്നാലും അവിടെ ഉള്ളവർ ചിലപ്പം അടിച്ചു കൊല്ലും. അതുകൊണ്ടാണ് ഞാൻ രീതി അപ്രീഷിയേറ്റ് ഇപ്പം എനിക്ക് തോന്നുന്നത് ഏറ്റവും ബെസ്റ്റ് ചാൻസ് സർവൈവൽ ഇങ്ങനെ മാറി അല്ലെ, ഐ മീൻ എക്സ്പോഷർ കാണിക്കാതെ ഒതുങ്ങി നിൽക്കുന്നതാണ് നല്ലത്. അല്ല ഇന്നത്തെ കാലത്ത് എപ്പോഴായാലും പെടുകൂടാ, ദൈവം എന്നുള്ള രീതിയിൽ തന്നെ ഒരു ദൈവമായിട്ട്. പക്ഷെ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരാളെ ദൈവമാക്കി എന്ന് വിചാരിച്ചു, അത് കഴിഞ്ഞാൽ പിന്നെ ഇപ്പം നമ്മുടെ കയ്യിലല്ലേ ഇരിക്കുന്നത്.
ഇപ്പൊ ദൈവം അല്ലെങ്കിൽ റിലീജിയൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ സാധനം എന്ന് പറഞ്ഞാൽ കുറെ ആൾക്കാരും കൂടെ ഉള്ളതാണ്, ആൾക്കാരും കൂടെ ഉൾപ്പെട്ട അല്ല, ഈ മരിക്കാതെ നിക്കുക എന്ന് പറയുന്നത് ഒരു സംഭവം അല്ലേ? സംഭവമാണ്. ഒരു ഇതായിട്ട് നിർത്തൂല. ഇങ്ങനെ നിർത്തുമ്പോഴും ഒരു ആൾക്കാർക്ക് ക്യൂരിയോസിറ്റി ഉണ്ടാവില്ല, ഇയാൾ മാത്രം തോന്നുന്നു, അത് ഉറപ്പാണ്. അയാളെ നമുക്ക് അങ്ങേരെ ഒരു സാധനം നമുക്ക് കിട്ടിയാൽ കൊള്ളായിരുന്നല്ലോ, നമ്മളത് അത് ഈ മനുഷ്യന്മാർക്ക് ഇങ്ങനത്തെ ഒരു ക്യൂരിയോസിറ്റി ഉള്ളതുകൊണ്ടല്ലേ നമ്മൾ ഇത്രയും ഡെവലപ്പ് ആയത്. ഈ ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ ഇപ്പൊ നിനക്ക് അങ്ങനെ ഉണ്ടെന്ന് വെച്ചോ, ബാക്കിയുള്ളവർ നിന്നെ പിടിച്ചിട്ട് മറ്റേ ഇതിലിങ്ങനെ കെട്ടിയിട്ട് മറ്റേ ടെസ്റ്റും കിഡ്നിയും കാര്യങ്ങളൊക്കെ പരിശോധിക്കും. ഇപ്പൊ പണ്ടത്തെ കാലത്ത് ആ ടെസ്റ്റ് എന്ന് പറയുന്ന സാധനം ഇല്ലല്ലോ. എടാ അതല്ല, ഇപ്പൊ ഒരു ഏലിയൻ വന്ന് ലാൻഡായി, ക്രാഷ് ലാൻഡായി, പുള്ളി ഇപ്പൊ ഒരു ഇതാണെങ്കിൽ അവസ്ഥയാണെങ്കിലും എടുത്തോണ്ട് പോയി എക്സ്പെരിമെന്റ് ചെയ്യുള്ളൂ. ഇപ്പോഴത്തെ കാര്യമാണ്. എനിക്ക് തോന്നുന്നു പണ്ടത്തെ കാലത്ത് ഇങ്ങനെ ആൾക്കാർക്ക് ക്യൂരിയോസിറ്റി ഇല്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? പണ്ടത്തെ കാലത്തും ക്യൂരിയോസിറ്റി ഉള്ളതുകൊണ്ടാണ് ഇത്രയും ഡെവലപ്പ് ആയത്. അപ്പൊ ആൾക്കാർക്ക് ഇങ്ങനെ അല്ല ഇപ്പൊ ഈ വിച്ച് വന്നപ്പോ തന്നെ പുള്ളിയെ കൊല്ലാൻ നോക്കിയല്ലോ അവര്. വിച്ച് ക്രാഫ്റ്റ് ചെയ്യുന്ന ഇപ്പൊ കുറെ പണ്ടത്തെ സ്ത്രീകളെയൊക്കെ ചുട്ടുകൊല്ലുമായിരുന്നു. അതെന്തിനാ കൊല്ലുമല്ലോ? ചുട്ടുകൊല്ലും. വിച്ച് ക്രാഫ്റ്റ് ആണ്, അത് നിരപരാധികളെയാണ് ഇത്. അത് അന്ന് വിച്ച് അവരൊക്കെ ഇതുപോലെ അവര് നിൽക്കുന്ന സമയത്ത് മറ്റേ ഏതെങ്കിലും അപ്പുറത്തെ വീട്ടിലെ ഇപ്പുറത്തെ വീട്ടിലെ കൊച്ചു അന്ന് ചൈൽഡ് ബർത്തിലൊന്നും ജീവിക്കണത് പാടായിരിക്കും. അപ്പൊ അതൊക്കെ ഇങ്ങനെ മരിച്ചു അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിൽ സ്മോൾ പോക്സ് വരിക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പടരുന്ന രോഗമല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരാളെയാണ് പിടിച്ചിട്ട് പിന്നെ മറ്റേ കുരുതി കൊടുക്കുന്നത്, അങ്ങനെ സാധനമൊക്കെ ഇല്ല. ശരിയന്നെ. ഇപ്പൊ സാധാരണ ഇന്ന് മാറിയിട്ട് ഒരാൾ നിൽക്കുമ്പോഴത്തേക്കും അവരെ ഏലിനേറ്റ് അതെപ്പോഴും ഉള്ളതാണ്, ഇപ്പോഴും അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ആ ബയോളജിക്കൽ പെർസ്പെക്റ്റീവിൽ പുള്ളി ബയോളജിസ്റ്റ് ഇത് പോസിബിൾ ആണെന്ന് പറയുന്നുണ്ട് അല്ലേ? 190 വർഷം നമ്മുടെ ബോഡി തന്നെ 190 വർഷം ജീവിക്കാൻ കേപ്പബിൾ ആണെന്നാണ് പറയുന്നത്. പിന്നെ ഈ റീജനറേഷൻ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഒരു സെല്ല് ഡാമേജ് ആയിട്ട് വീണ്ടും അതേപോലെ റീജൻ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. നമ്മളെ പാൻക്രിയാസ് എന്തോ 24 hours കഴിഞ്ഞിട്ട് പുതിയൊരു സാധനം, അങ്ങനെയാണ് പുള്ളി പറയുന്നത്. വയറിന്റെ ലൈനിങ്ങും സയന്റിഫിക് ആയിട്ട് 3 ദിവസം കഴിയുമ്പോൾ നമ്മളെ പുതിയ ലൈനിങ് വരും. പിന്നെ നമ്മുടെ ബോഡിക്ക് എന്തോ ഫാസ്റ്റ് ആയിട്ട് ടോക്സിക് ഒക്കെ മാറ്റാൻ പറ്റിക്കഴിഞ്ഞാൽ ഇത് പോസിബിൾ ആണെന്ന് പറയുന്നതാണ്. പുള്ളി തന്നെ ലാബിൽ വരാനാണ് പറയണത്. ദയവായിട്ട് പുള്ളി തന്നെ അപ്പൊ തന്നെ പരിശോധിക്കണമല്ലോ ക്യൂരിയോസിറ്റി ഉണ്ട്, എന്താണ് സംഭവിക്കണെന്ന്. ഇത് എന്താ വേണമെങ്കിൽ ബാക്കിയുള്ളവരെ ഇങ്ങനെ ഇത് ചെയ്യാലോ എന്നുള്ള. ഇപ്പം എനിക്ക് തോന്നുന്നു എയ്ഡ്സിന് മരുന്ന് കണ്ടുപിടിച്ചു എന്നുള്ള രീതിയിലൊക്കെ ഇപ്പം ക്യാൻസറിനെ കണ്ടുപിടിച്ചു എന്നുള്ളത്. ഭാവിയിൽ ഈ സെൽ റീജൻ തന്നെ അതൊരു ഹാക്കോ അങ്ങനെ ഒരു സാധനം കണ്ടെത്തി കഴിഞ്ഞാൽ മനുഷ്യന് ഇത്തുകൂടെ വർഷം ജീവിച്ചുകൂടെ? അത് അങ്ങനെ ഉണ്ടെങ്കിൽ എല്ലാരും ആഗ്രഹിക്കുമല്ലോ. അങ്ങനെ ആഗ്രഹിക്കൂലേടാ, മനുഷ്യന്മാർക്ക് ചത്തുപോകാൻ എന്തായാലും ആഗ്രഹമില്ല ആർക്കും. അത് പുള്ളി അതിൽ പറയുന്നുണ്ടല്ലോ, അവന് പേടിയുണ്ട്, മരിക്കാൻ പേടിയുണ്ടെന്ന് പറയാം. അതിൽ ചോദിക്കുമ്പോ പുള്ളി മരിക്കാൻ പേടിയുണ്ടെന്ന് പറയുന്നുണ്ട്, ക്ലിയറായിട്ട് പറയുന്നുണ്ട്. പക്ഷെ ഒരു ഇപ്പൊ നമ്മളിപ്പോ കൂടുതലെല്ലാം ജീവിച്ചാലേ അതിനും കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവൂലേ? ഉണ്ടാവും. അല്ല, നമ്മളെ ഈ മൈൻഡ് ഒരുമാതിരി ആയി പോകില്ല എന്ന് വെച്ചാൽ ഇങ്ങനെ എല്ലാരും മരിക്കും, നമുക്ക് ഇഷ്ടപ്പെട്ട എല്ലാരും. അല്ല, എനിക്ക് തോന്നണ്ട ഒരു പർട്ടിക്കുലർ ടൈം കഴിയുമ്പോഴത്തേക്ക് അതൊരു ട്രാക്ക് ആവുമെന്ന് തോന്നുന്നു. പിന്നെ അങ്ങനെ അവർക്ക് അറ്റാച്ച് ആവൂലായിരിക്കും. ഒരു കുറെ ഇതാവുമ്പോഴത്തേക്ക് അവരങ്ങ് പ്രിപ്പയർഡ് ആവും, അവർക്കറിയാം ഇതെന്തായാലും പോകും എന്നുള്ള രീതിയിൽ. ഏറ്റവും ബുദ്ധിമുട്ട് എനിക്ക് തോന്നുന്നു ഇതേപോലെ സത്യമൊന്നും പറയാൻ പറ്റൂല. ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. പിന്നെ അതുകൊണ്ട് ഇങ്ങനെ ഒരു തള്ളടിച്ച് ജീവിക്കാനേ പറ്റൂ. പ്രത്യേകിച്ച് മാജിക്കൽ പവർ ഒന്നും ഇല്ല. അതില് തന്നെ ഒരാൾ ചോദിക്കുന്നുണ്ട്, ഇത് ഇത്രയും നമ്മുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലായിടത്തും പോയി പറഞ്ഞു കൊടുക്കൂലേ? പറഞ്ഞു കൊടുത്താൽ നിങ്ങൾക്ക് പ്രശ്നമില്ലേന്ന് ചോദിക്കും. പുള്ളി പറയും, നിങ്ങളെ പറഞ്ഞു കൊടുത്താൽ ആര് വിശ്വസിക്കാനാണ്? നിങ്ങൾ എന്നെ കുറച്ച് കഴിയുമ്പം ഞാനൊരു എന്തോന്ന് ചുമ്മാ പറയണേണ്, വട്ടനാണെന്ന് നിങ്ങൾ എന്നെ ചിന്തിക്കും. അതുകൊണ്ട് അതില് എനിക്ക് പേടിയില്ലെന്ന് പറയുന്നുണ്ട്. പുള്ളിക്ക് അങ്ങനെ ഒരു ആശ്വാസം ഉണ്ട്. അടുത്തോടെ പറയാം, എന്തൊക്കെ ചോദ്യം നമ്മളെ മനസ്സിലുണ്ടോ അത് എല്ലാത്തിനും ഈ സിനിമയിൽ ഉത്തരവുണ്ട്. അതാണ് ഈ സിനിമയുടെ ഒരു ഇത്, കറക്റ്റ് ഉത്തരവുണ്ട്. ഇപ്പൊ ഈ സിനിമയിൽ തന്നെ റിലീജിയസ് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ, റിലീജിയസ് ആയിട്ട് കാര്യങ്ങൾ. അപ്പൊ ഇതിൽ തന്നെ ഒരു റിയൽ ആയിട്ടുള്ള നമുക്ക് പരിചിതമായിട്ടുള്ള ഒരു ദൈവം ഇങ്ങനെയാണ്, എന്റെ സ്റ്റോറിയിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടുള്ള ഒരു സാധനം, ഒരു കഥയാണ് ബൈബിളിൽ പറഞ്ഞത്, ജീസസ് ക്രൈസ്റ്റ് ഞാനാണ് എന്നുള്ള രീതിയിലാണ് പുള്ളി പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും സ്റ്റോറികൾ യഥാർത്ഥത്തിൽ
എന്ന് വെച്ചാൽ റിയാലിറ്റിയിൽ ഇങ്ങനെ ആവാൻ ചാൻസ് ഉണ്ടോ, റിലീജിയസ് സ്റ്റോറീസ് ഒക്കെ ഇങ്ങനെ ആയിരിക്കാമോ, ഇങ്ങനത്തെ എന്ന് വെച്ചാൽ ആർക്കെങ്കിലും ഒരു കഥയായിരിക്കുമോ, ഒരാളെ എഴുതിയാൽ മതിയല്ലോ കഥ, ഇങ്ങനത്തെ ഇവന്റ്സിൽ നിന്നുണ്ടായതായിരിക്കും റിലീജിയൻ എന്നുള്ളതാണ്. ആയിരിക്കും. കാര്യം പണ്ടുള്ളവർക്ക് ഈ പറയുന്ന കണക്ക് എന്തെങ്കിലും ഒരു കാര്യത്തില് വിശ്വസിക്കണ്ടേ. ഇപ്പൊ ആൻസർ ഇല്ലാത്ത കാര്യങ്ങൾക്ക് ഒരു ആൻസർ ഇല്ലാത്ത സാധനങ്ങള് ഇപ്പം എക്സ്പ്ലെയിൻ ചെയ്യണ്ടേ ആൾക്കാർക്ക്. അപ്പൊ ഇങ്ങനെ ഒരു സാധനം വേണ്ടേ, ഒരു ദൈവം എന്ന് പറയുന്ന ഒരു ഫിഗർ വേണ്ടേ അവിടെ. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയ കഥകളാവാം എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നിയത് റിലീജിയൻ എന്നൊക്കെ പറയുന്ന ഒരു പണ്ടത്തെ കാലത്ത് ഒരു പൊളിറ്റിക്കൽ പ്രൊപ്പഗാൻഡ സെറ്റപ്പ്. അതും പൊളിറ്റിക്കല് മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നത്. കാര്യം ക്വസ്റ്റ്യൻ കിട്ടാത്ത ഒരുപാട് ആൻസറുകളില്ലേ, ക്വസ്റ്റ്യൻ കിട്ടാത്ത ആൻസർ കിട്ടാത്ത ക്വസ്റ്റ്യൻസും ഉണ്ട്. പക്ഷെ എന്ന് പറഞ്ഞാൽ ഇപ്പം പൊളിറ്റിക്കൽ എന്ന് പറഞ്ഞാൽ ഞാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ അറബ് കൺട്രീസിലൊക്കെ മുസ്ലിം ഇസ്ലാമൊക്കെ ഇതായതും കുറച്ച് ആ ഒരു വാറും അങ്ങനെയൊക്കെ നടന്നതിന് ശേഷമാണ് അവിടെ ഇസ്ലാം ഒക്കെ വൈഡ് സ്പ്രെഡ് ആയത്. പിന്നെ ഇപ്പൊ ക്രിസ്ത്യാനിറ്റി വന്നതാണെങ്കിൽ പോലും ഇപ്പം സൗത്ത് അമേരിക്ക അവിടെയൊക്കെ ആണെങ്കിൽ അതും ഒരു പൊളിറ്റിക്കൽ ഒരു സംഭവമാണ്. അവരെ കൺവേർഷൻ കൊണ്ടുവരിക എന്നുള്ളത്. അപ്പൊ ഹിന്ദുസ് ആണെങ്കിൽ ഇവിടെയും ചിലപ്പോൾ പഴയ ചില നാട്ടുരാജ്യങ്ങളൊക്കെ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്ക് ചെയ്തിട്ടായിരിക്കും അങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ടായത്. അപ്പം ഈ റിലീജിയൻ എന്നൊക്കെ പറയുന്നത് സാധാരണ ആൾക്കാരെ പെട്ടെന്നൊരു എംപയറിനോട് അടുപ്പിക്കുക അല്ലെങ്കിൽ ആ ഒരു രാജ്യത്തോട് ചേർക്കുക എന്നുള്ളതിന്റെ ഒരു സാധനം കൂടെ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യമുള്ളത്, പിന്നെ ഒരു എത്തിക്സ് ഉണ്ടല്ലോ. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ എന്തെങ്കിലും തെറ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആരും ശിക്ഷിക്കാനൊന്നുമില്ലല്ലോ. അപ്പോഴ് അവര് ഒരു മുകളിലൊരാൾ കാണുകയാണ്, അങ്ങനെ ഒരു ആൾക്കാരെ ഒന്ന് മയപ്പെടുത്തിയുള്ളതെന്ന് വെച്ചാൽ ജയിലിടാനും കൊല്ലാനും ശിക്ഷിക്കാനൊന്നും ഒരു എന്തുവേണോ ചെയ്യാമല്ലോ. അല്ല, വേറൊരു സാധനം നമ്മുടെ ഈ ഇപ്പം ആർട്സ് എന്ന് പറയുന്ന സാധനം, ഇപ്പം ഈ സർഗാത്മകത എന്നൊക്കെ പറയുന്നത്, ആ ക്രിയേറ്റിവിറ്റി ഒക്കെ കുറച്ചുകൂടെ പ്രോത്സാഹിപ്പിച്ചിരുന്നതൊക്കെ ഈ റിലീജിയസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരുന്നു പണ്ട്. നമ്മൾ ഈ ചർച്ചിലാണെങ്കിലും ആർട്ടിഫാക്ട്സ് ഒക്കെ, ഹിന്ദുസിലാണെങ്കിലും ഇപ്പം മ്യൂസിക്, ഇസ്ലാമിലും അങ്ങനെ കുറെ എല്ലായിടത്തും മ്യൂസിക്കും ആർട്ടും അങ്ങനത്തെ സാധനങ്ങൾ ആ സമയത്ത് വൈഡ് സ്പ്രെഡ് ആയത് ഈ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഉണ്ടായതുകൊണ്ടാണ് ഒരു സമയത്ത്. അപ്പൊ അങ്ങനത്തെ കുറെ പോസിറ്റീവ് സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഉണ്ടായത് എനിക്ക് തോന്നുന്നു ഇവര് കാരണമാണ്. അല്ല, ഇപ്പൊ ദാസൻ ചേട്ടൻ പറഞ്ഞ സാധനവും എനിക്ക് തോന്നുന്നു. കാര്യം ആരും നോക്കാനില്ല എന്നുണ്ടെങ്കിൽ നമ്മള് പലതും കാണിച്ചു കൂട്ടൂല. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് ഒരു വിശ്വാസം ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മളൊന്ന് ഇതാവൂലേ, കൺട്രോൾഡ് ആവൂലേ. ആ ഒരു സാധനം കൂടെ കൊണ്ടായിരിക്കാം. കൺട്രോൾഡ് എന്ന് പറയുന്ന ഒരു സാധനം കൂടെ ഉണ്ട്. ഇപ്പൊ ഒരു സെൻട്രലൈസ്ഡ് കൺട്രോളിലൊക്കെ വരുമ്പോഴേ, ഇപ്പൊ റിലീജിയനിലൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അതൊരു പ്രശ്നമല്ലേ. ഇപ്പം നീ പറഞ്ഞ് ഇങ്ങനെ മറ്റേ മോറൽ സയൻസിന് വേണ്ടിയിട്ടാണ് റിലീജിയൻ്റെ സംഭവം വന്നത്. പക്ഷേ ഈ റിലീജിയൻ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായി അതൊരു സെൻട്രലൈസ്ഡ് പവറൊക്കെ വന്നപ്പോഴത്തേക്കും അതിനൊരു പ്രശ്നങ്ങളില്ലേ എന്ന് പറഞ്ഞാൽ. അപ്പം ഞാനൊരു സെൻട്രൽ പവറാണ്, ഞാൻ പറയുന്നതാണ് മൊറാലിറ്റി എന്നുണ്ടെങ്കിൽ പ്രശ്നമുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ കാലത്തല്ലേ അത് കൂടുതൽ പ്രശ്നം. പണ്ട് ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോഴ് എനിക്ക് തോന്നുന്നു അതിന്റെ ആവശ്യമേ ഇല്ല. ഈ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മതത്തിന്റെ ഒരു ദൈവമാണെന്ന് അറിഞ്ഞാല് ആൾക്കാര് മൊത്തത്തില് ദൈവമാണെന്നാണോ അതോ മറ്റേ ഞാൻ പറഞ്ഞ ഒരു എത്തിക്സും മറ്റേ തെറ്റ് ചെയ്യാതിരിക്കുക അങ്ങനെ ഒരു ഫാക്ടറും കൂടെ ഉണ്ടല്ലോ. നമ്മളൊരു എത്തിക്സ്, ഇപ്പം ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം ശിക്ഷിക്കും കാണുന്നുണ്ട്, അങ്ങനെ ഒരു ഫാക്ടറും കൂടെ ഉണ്ടല്ലോ. ഞാനിപ്പോ ചോദിക്കുന്നതുകൊണ്ട് നീ പറഞ്ഞു ഇപ്പോഴത്തെ ഒരു ആവശ്യകത ഉണ്ടോ എന്ന് ചോദിച്ചതാ. അപ്പൊ അതില് ഞാൻ പറഞ്ഞ ഇപ്പം ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഇപ്പം ഇങ്ങനെ ഒരു പേടി അല്ലെങ്കിൽ ഇങ്ങനെ ദൈവം ശിക്ഷിക്കും ഇങ്ങനെ ശിക്ഷിക്കും എന്നുള്ളൊരു സംഭവം വെച്ചിട്ട് അതുകൊണ്ടായിരിക്കുമോ? ഇപ്പോഴങ്ങനെയല്ല. ഇപ്പൊ എനിക്ക് തോന്നുന്നു അത് മാറി വേറെ രീതിയിലോട്ട് മാറിയിട്ടുണ്ട്. അത് എങ്ങനെ മാറി എന്നാണ് ഉദ്ദേശിക്കുന്നത്? അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അല്ല, ഞാൻ പറഞ്ഞ ഇപ്പം കുറച്ചും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഭയങ്കരമായിട്ട് ഈ എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഡിവൈഡ് ചെയ്യല്ലേ, ഓരോ മതത്തിനെയും ഡിവൈഡ് ചെയ്ത് ഭയങ്കരമായിട്ട് കമ്മ്യൂണലൈസ് ചെയ്യല്ലേ, അതിലോട്ട് അങ്ങ് പോവേയില്ലേ. അല്ല, പണ്ടും ആ ഒരു കമ്മ്യൂണലിസം ഉണ്ടായിരുന്ന സാധനമല്ലേ. ഇപ്പൊ ഈ ഞാൻ നേരത്തെ പറഞ്ഞൊരു പൊളിറ്റിക്കൽ ഒരു ഇതും കൂടെ ആണെന്ന് പറഞ്ഞാൽ അതൊരു കമ്മ്യൂണലാണല്ലോ ആ ഒരു സാധനം. ഇപ്പം ഇന്ത്യയുടെ തന്നെ വലിയ എക്സാമ്പിളാണ്. ഇന്ത്യ ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നല്ലോ പണ്ട്. അപ്പൊ അത് ഇപ്പം മാത്രം ഉടലെടുത്ത പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഈ ഇപ്പം ഇപ്പോഴ് മതവിശ്വാസം ആവശ്യമില്ല എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. കാര്യം അതിന് ഇപ്പം ദൈവത്തിൽ സെൻട്രലൈസ്ഡ് വിശ്വാസം, ഇപ്പം
കുറെ ആൾക്കാർക്ക് ഇപ്പോൾ ഈ ഒരു എന്താ പറയുക വിശ്വാസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവര് പേഴ്സണാലിറ്റി അല്ലെങ്കിൽ അവരെ ഫ്രെയിം ചെയ്തേക്കുന്ന അങ്ങനെയാണ്. അപ്പൊ അത് ഈ ഡിസ്ട്രോയ് ചെയ്യുന്ന രീതിയിലാണ് ചിലപ്പോൾ പലപ്പോഴും ഏത്തിസം ഒക്കെ വർക്ക് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഭയങ്കര മോശമാണ്, അത് ഭയങ്കര ഇമ്മോറൽ ആയിട്ടുള്ളതാണ്. അതൊരു മനുഷ്യന്റെ മനസ്സ് അല്ലെങ്കിൽ സൈക്കി എന്നൊക്കെ പറഞ്ഞ ആ സാധനത്തിന് തന്നെ ബ്രേക്ക് ചെയ്യണ ഒരു സംഭവം. ഇപ്പം ഇത് അരുണ് വിശ്വാസിയാണ്. അരുണ് കോവിലിൽ പോണത് ഞാൻ പറയാണ്, പെട്ടെന്ന് ഞാൻ ഒരു ഏത്തിസ്റ്റ് ആയതുകൊണ്ട് പറയാണ് നീ പോവരുത്, ഇതെങ്ങനെയാണ് എങ്ങനെയാണെന്ന് പറഞ്ഞത് ഭയങ്കര ദ്രോഹമാണ്. ആ പുള്ളിക്കാരൻ്റെ അടുത്ത് ഇത് ലോജിക്കലായിട്ട് ഒരു കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്, പോവരുത്. അരുണ് ബാക്കിയുള്ളവരെ ഒന്നും ഉപദ്രവിക്കാതെയും സ്വന്തം കാര്യം നോക്കി അവന്റെ മനസ്സിനൊരു ഇത് കിട്ടാനായിരിക്കും പോണ. അപ്പൊ അതിന്റെ ഇടയിൽ നമ്മൾ ഈ ഏത്തിസം പറയുമ്പോഴ് പുള്ളിയുടെ മനസ്സ് സത്യം പറഞ്ഞാൽ പുള്ളിയുടെ എന്ന് വെച്ചാ ഒരു ബ്രേക്ക് ചെയ്യാണ്, ഒരു മാനസിക. പോവരുത് എന്നുള്ളതിനും കുഴപ്പമില്ലെന്ന് ഞാൻ പറയും. പക്ഷെ പോവരുത് എന്ന് പറഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. പക്ഷെ ഒരു മനുഷ്യൻ ഇപ്പം ആ സിനിമയിൽ അവരുടെ അടുത്ത് പറയുന്നത് ജീസസ് ക്രൈസ്റ്റ് എവര് വിശ്വസിച്ചിരുന്ന ഒരു സാധനമല്ല, ഇതായിരുന്നു ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയൂലേ. അപ്പൊ അതെന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര മെന്റൽ ബ്രേക്കാണ്. അപ്പൊ അതുപോലത്തെ ഒരു സാധനമാണ് ഇപ്പം അരുണിന് കിട്ടണമെങ്കിൽ. ഇപ്പൊ ഞാൻ വിശ്വസിച്ചിരുന്ന ദൈവം എന്ന് പറയുന്നത് അങ്ങനെ ഒരു സംഭവം ഇല്ല, അത് ഭയങ്കര ബ്രേക്ക് ഡൗൺ. അപ്പൊ അമ്പലത്തിൽ പോവാ, പള്ളിയിൽ പോവാ, അങ്ങനെ പോയില്ലേലും കുഴപ്പമില്ല, നമുക്ക് ചിലപ്പോൾ വീട്ടിൽ മനസ്സിലൊന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചാലും മതി, നമുക്ക് ആശ്വാസം കിട്ടുമായിരിക്കും. പക്ഷെ ആ പ്രാർത്ഥിക്കാനുള്ള കോൺസെപ്റ്റ് ഡിസ്ട്രോയ് ആയി കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമാണ്. പക്ഷെ അത് എന്താ പറയുക, ഇപ്പം നമ്മൾ ഇതിലിപ്പോൾ മനുഷ്യൻ എന്നുള്ള രീതി കണ്ടുകൊണ്ടാണ് അവർക്ക് ചിലപ്പം അങ്ങനെ തോന്നിയത്, മനസ്സിലായ എന്നുവെച്ചാൽ ആ ക്യാരക്ടർ ഒരു ഹ്യൂമൻ ആണല്ലോ. ഇപ്പൊ അതൊരു സൂപ്പർ നമ്മളെ മൈൻഡിൽ ഉണ്ടായിരുന്ന ഒരു ക്യാരക്ടർ പോലെ തന്നെയാണ് പ്രസന്റ്, മീൻസ് മനുഷ്യനല്ല, ഒരു അമാനുഷികനാണ് എന്ന രീതിയിലാണ് പ്രസന്റ് ആണെങ്കിൽ പുള്ളിക്കാരി ചിലപ്പം അക്സെപ്റ്റബിൾ ആയ. മനസ്സിലായ? ഇപ്പൊ ഞാൻ ഇപ്പൊ വിശ്വസിക്കുന്ന ഒരു ദൈവം എന്റെ മനസ്സിലൊരു രൂപമുണ്ട്, ചിലപ്പോൾ പണ്ട് തൊട്ടേ ഈ ചിത്രങ്ങൾ കണ്ട്. പക്ഷെ അതൊരു നോർമൽ മനുഷ്യനായിട്ട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ് ഞാനാണ് ഇതാണെന്ന് പറഞ്ഞ് അക്സെപ്റ്റ് ചെയ്യൂല. അതാണ് സത്യം പറഞ്ഞു മെന്റൽ ബ്രേക്കിലോട്ട് പോകും. അത് നമ്മളെന്തോ വലിയൊരു സംഭവമാണെന്ന് വിചാരിച്ചൊരു ആള് ഒരു സാധാരണ വിസ്കിയും സാധാരണ പോലെ ആണെങ്കിൽ നമുക്ക് അല്ല ആ ഒരു സൂപ്പറായ എന്നെ പോലെ ഒരാളാണെന്ന് വിചാരിച്ച പോയില്ലേ, അതാണ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. നീ സത്യം പറഞ്ഞാൽ നമ്മള് വിശ്വസിക്കൂലടാ. അല്ലടാ അരുണ്, നിനക്കാണ് ഇങ്ങനത്തെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഇല്ല ഞാൻ അക്സെപ്റ്റ് ചെയ്യൂലടാ, എനിക്ക് ക്യാരക്ടർ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല സത്യം പറഞ്ഞാൽ. പക്ഷെ നിന്റെ ലോജിക്കലി അത് കറക്റ്റ് ആണ്, പക്ഷേ പറയുന്ന എല്ലാത്തിലും ഉണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ നിനക്ക് സത്യം പറയാം അങ്ങനെ ഇപ്പൊ ഇതാണ് ഞാൻ വിശ്വസിച്ചൊരു ദൈവം ഇങ്ങനെ ഒരു രൂപത്തിൽ വന്നു കഴിഞ്ഞാൽ ദൈവം പറഞ്ഞ കണക്കിന് ബ്രേക്ക് ആവും. പിന്നെ എന്ന് വെച്ചാൽ പിന്നെ എനിക്ക് അങ്ങോട്ട് മീൻസ് അതിന്റെ ഇപ്പൊ നമുക്ക് കുറെ ദൈവങ്ങളുണ്ടല്ലോ, എല്ലാ കോൺസെപ്റ്റും ഒറ്റയടിക്ക് ഒരെണ്ണം തകരുമ്പോൾ ബാക്കി എല്ലാ വിഗ്രഹവും തകരും, അങ്ങനെ ഒരു ഫീൽ വരും. അത് സത്യമാണ്, ഇതുപോലെ ഫീൽ ചെയ്യും. ഒന്നാമത്തെ അക്സെപ്റ്റ് ചെയ്യൂല പെട്ടെന്ന്. പക്ഷേ ഇങ്ങനെ പറഞ്ഞു വരുമ്പോഴത്തേക്കും ചിലപ്പോൾ നമ്മൾ തകർന്നു പോകും. സത്യമാണ്. ഞാൻ പറയുന്നത് വിശ്വാസത്തിനെ ഒരിക്കലും മറ്റേ ലോജിക്കായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പാടാണ്. ചിലപ്പോഴൊക്കെ ഇപ്പൊ വിശ്വാസം എന്നൊക്കെ പറയണത് ഒരു കോൺഫിഡൻസിന് വേണ്ടിയിട്ടായിരിക്കും. ചില സമയം എനിക്ക് തന്നെ തോന്നുന്നുണ്ട്, ഇപ്പൊ ഞാൻ വിശ്വാസിയാണ്, പക്ഷെ എനിക്ക് തന്നെ തോന്നും ഞാൻ എൻ്റെ ലക്കിനെയാണ് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ, അങ്ങനെ എനിക്കും തോന്നും. ഞാൻ വിശ്വാസിയാണ്, പക്ഷെ ഞാൻ ഇങ്ങനെ ആലോചിക്കും ചിലപ്പോൾ നമ്മള് സത്യം പറഞ്ഞ ആപത്ത് ഘട്ടത്തിലാണ് കൂടുതൽ പെട്ടെന്ന് നമുക്ക് പോകണം. അല്ല ഞാൻ പ്രാർത്ഥിക്കും, പക്ഷെ ഞാൻ പറഞ്ഞു നമ്മൾ കുറച്ച് സ്ട്രോങ് ആവണം ആ സിറ്റുവേഷനിലാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും ഭാഗ്യമാണ് ഇനി. പക്ഷെ നമുക്ക് അപ്പോഴൊരു ഇത് പ്രൊട്ടക്ഷൻ ഇപ്പൊ നമ്മൾ വിചാരിക്കണം പെട്ടെന്നൊരു ഭയങ്കര ടൈറ്റ് സിറ്റുവേഷനിലാണ് നടക്കുന്നത്, പെട്ടെന്നൊരു മിറക്കിൾ പോലെ മാറുകയാണെങ്കിൽ നമുക്കത് വിശ്വാസം കുറച്ചുകൂടെ കൂടുകയും ചെയ്യും. അതുകൊണ്ട് അല്ല അത് പിന്നെ ഒരു കംഫർട്ട് സ്പേസ് ആണ്, കംഫർട്ടാണ് അത്. ഇപ്പം ചിലപ്പോൾ എനിക്ക് ഒരു അമ്മമാര് മക്കൾക്ക് കൊടുക്കുന്ന ഒരു കംഫർട്ട് ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു സംഭവം ചിലർക്ക് അത്രയും വിശ്വാസമുള്ളവർക്കൊക്കെ ഉണ്ട്. പിന്നെ അമ്പലത്തിൽ പോകുമ്പോൾ എനിക്ക് സമാധാനം ഒരു ഫീൽ ചെയ്യും, നമുക്ക് കുറച്ച് നേരം അവിടെ നിൽക്കുമ്പോൾ നമുക്കൊരു ഫീൽ കിട്ടും. സത്യം പറഞ്ഞാൽ അത് സത്യം പറഞ്ഞാൽ ഓൺ ചോയ്സ് ആയിട്ട് പോകുന്നതാണ് നല്ലത്. അവരവരുടെ നിർബന്ധിച്ച് പറഞ്ഞു മാത്രമല്ല, ഈ ചില സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നടക്കണ എല്ലാം ബുദ്ധിമുട്ടായിരിക്കും. പോസിറ്റീവായിട്ട് ഒന്നും നടക്കുന്ന ഒരു അതെനിക്ക് ചിലപ്പോൾ ഏത്തിസ്റ്റിനായാലും ഇങ്ങനെ കണ്ടിന്യൂസ് പ്രശ്നം വരുമ്പോഴേ അവരൊരു വിശ്വാസിയാവും. അല്ല സമയം ഒരു ഗതികേടായിട്ടൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പം നമ്മളിങ്ങനെ വിളിക്കും അല്ലേ, ഒരു ഏത്തിസ്റ്റ് ആയിട്ടുള്ള ഒരാളിന് ഭയങ്കരമായിട്ട് ഡിപ്രഷനോ അങ്ങനത്തെ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ ബാക്കി വിശ്വാസമുള്ളവരും അവര് രണ്ടുപേരും തമ്മിലുള്ള
ഒരു POVയും എന്ന് വെച്ചാൽ ആ ഒരു രീതിയും നല്ല വ്യത്യാസമാണ്. കാര്യം പക്ഷെ ഒരു ഏത്തിസ്റ്റ് ആണെങ്കിൽ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ ഒരു ഇതൊക്കെ ഈ ഒരു ടെൻഷനിയസ് ആയിട്ടുള്ള സിറ്റുവേഷനിലൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര പാടായിരിക്കും. പക്ഷെ ഇവർക്കാണെങ്കിൽ ചിലപ്പോൾ ഒരു കംഫർട്ട് സ്പേസ് അവിടെ ചെന്ന് നിന്ന് കുറച്ച് നേരം ഇങ്ങനെ എന്തെങ്കിലും ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അവർക്കൊരു സമാധാനം കിട്ടും. കാര്യം ഒരു പൂജ ചെയ്തിട്ട് മറ്റവർ നാളെ പരീക്ഷ ജയിക്കുമായിരിക്കും എന്നുള്ള അതെ, നാളെ പരീക്ഷ ജയിക്കുമായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് പോയി പരീക്ഷ എഴുതാൻ പറ്റും. ഇപ്പം അല്ല, ഇപ്പൊ പഠിക്കാതെ പോയിട്ടും പ്രാർത്ഥിച്ചിട്ട് പോയി എഴുതി ജയിക്കുന്നൊന്നും ഞാൻ പറയില്ല, തോക്കും. പക്ഷെ എഴുതാനുള്ള കോൺഫിഡൻസ് പ്രാർത്ഥിച്ചിട്ടാവും പോയിട്ട് അങ്ങനെ വെച്ചാൽ ആ കോൺഫിഡൻസിൽ ഇപ്പൊ എഴുതാൻ പറ്റും. പക്ഷെ ഇപ്പൊ ഏതിച്ചാണെങ്കിൽ അവന് മനസ്സിലാവും പഠിച്ചാലേ ജയിക്കും, ഒരു 90% പോസിബിലിറ്റി, അല്ലെങ്കിൽ കോപ്പി അടിക്കണം, ആ ഒരു ഇത് ചെയ്യണം, ആ ഒരു ഇതൊക്കെ ഇവർക്കും അറിയാം ഇങ്ങനെ പഠിച്ചാലേ ജയിക്കുള്ളൂ, എന്തെങ്കിലും ചെയ്താലേ ജയിക്കുള്ളൂ, ദൈവം എഴുതൂലെന്ന് ഇവർക്ക് അറിയാം. ഇപ്പൊ വേന പൂജിക്കണായാലും ഇതായാലേ നമുക്കൊരു ഇത് കിട്ടും, ഒരു സപ്പോർട്ടാ കൂടെ ഒരാളുണ്ട്, ലക്ക് കൂടെ വന്നെന്നുള്ളത് വേണോ വിശ്വസിക്കാം. ഞാൻ പഠിച്ചത് എന്നെ വന്നല്ലോ, അങ്ങനെയൊക്കെ ചിന്തിക്കാം. കാരണം അത് അവര് പറയുമ്പോഴേ ഇപ്പൊ നമ്മളെ എന്റെ അമ്മയച്ഛനായാലും പറയുമ്പോഴേ അവര് പറഞ്ഞു തരുന്നത് എങ്ങനെയാണ്, പഠിച്ചിട്ട് പോയിട്ട് പ്രാർത്ഥിച്ചിട്ടേ കാര്യമുള്ളൂ, അങ്ങനെയാണ് പറയണത് ആക്ച്വലി. അല്ലാതെ നീ പോയി ഡയറക്റ്റ് പോയി പ്രാർത്ഥിച്ച നീ എഴുതുന്നു അങ്ങനെ പറയൂല ആക്ച്വലി. ഇതിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മള് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കാതെ പ്രാർത്ഥിച്ചു മാറ്റുക, അങ്ങനത്തെ ഒരു അനാചാരവും അങ്ങനത്തെ ഒരു സാധനം ഉണ്ടല്ലോ. അപ്പോഴൊക്കെയാണ് ഇത് ഭയങ്കര ഒരു പ്രശ്നമായിട്ട് മാറുന്നത്. അനാചാരം അതെ. പിന്നെ റിലീജിയൻ ബേസ് ചെയ്തിട്ട് നമ്മളെ ഡിവൈഡ് ചെയ്യണത്, അങ്ങനെ കാണുന്നത്, കാസ്റ്റ്, അങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഒരു നെഗറ്റീവ്. അല്ലാതെ ഒരു മാനസിക ആയിട്ടുള്ളതിൽ ഒരു ആശ്വാസം കിട്ടുന്ന ഒരു സാധനം. പിന്നെ ഇത് ഉണ്ടല്ലോ ബ്ലാക്ക് മാജിക് പോലത്തെ രീതിയിൽ, അതൊക്കെയാണ് പ്രശ്നം. അങ്ങനെയൊക്കെ ഒരു രീതിയിൽ എന്നുവെച്ചാൽ ഈ വിശ്വാസത്തിനെ തന്നെ അന്ധവിശ്വാസത്തിലോട്ട് കൊണ്ടുപോകുമ്പോഴാണ് അതും പ്രശ്നമാണ്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നിങ്ങൾക്ക് മരിക്കാതിരിക്കാനുള്ള ഒരു അവസരം കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ അത് ചൂസ് ചെയ്യൂ? മരിക്കാതിരിക്കാനുള്ള ഇമ്മോർട്ടൽ ആയിട്ട് ജീവിക്കാൻ ഒരു അവസരം കിട്ടിയാണ്. ഇമ്മോർട്ടലായിട്ട് ജീവിക്കാന്ന് വെച്ചാൽ ഇപ്പം മറ്റേ ഇത് എപ്പോഴും യങ്ങായിരിക്കണം. ഒരു പതുക്കെ വയസ്സാവുള്ളൂ, പതുക്കെ വയസ്സാൻ പറ്റൂല. എനിക്ക് അങ്ങനെയാണെങ്കിൽ ഞാൻ എപ്പോഴും യങ് ആയിട്ടിരിക്കണമെങ്കിൽ ഞാൻ ഓഫ് കോഴ്സ് ഐ വിൽ അക്സെപ്റ്റ് ദാറ്റ്. പക്ഷെ അതൊരു ബർഡൻ അല്ലേ സത്യം പറഞ്ഞു? എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഇത്രയും കാലം ഒരു ബർഡനും ഇല്ല, ഞാനാണെങ്കിൽ ജീവിക്കും. എന്ത് ചെയ്യും ഇത്രയും വർഷം ഈ ജീവിതകാലം ഫുള്ള് ഇവര് ചെയ്ത പോലെ ചെയ്യും. സർവൈവ് ചെയ്യാൻ എങ്ങനെ ചെയ്യാൻ പറ്റും? പക്ഷേ എനിക്ക് അടുത്തത് എന്ത് സംഭവിക്കണമെന്ന് അറിഞ്ഞുകൊണ്ടിരിക്കണം. അപ്പൊ അതുകൊണ്ട് എനിക്ക് ജീവിക്കാൻ അത് അങ്ങനെയാണ് നമ്മൾ ജീവിക്കണമെങ്കിൽ പൈസയൊക്കെ ഉണ്ടാക്കണ്ടേ ഈ ജീവിതകാലം ഫുള്ള്? പൈസ നമുക്ക് ഇപ്പൊ ഇത്രയും നാള് ജീവിച്ചെങ്കിൽ ഇങ്ങനെ പ്രൊഫസർ ആവണമെങ്കിൽ എനിക്കും വല്ല ഒരു 500 വർഷം കൊണ്ടൊരു എനിക്കാണ് ഇപ്പൊ ഈ ശക്തി കിട്ടിയിട്ട് കാര്യമില്ലടാ. 2004 വരെ അത് വർക്ക്ഔട്ട് ആവുള്ളൂ. അതിനുശേഷം CCTV ഒക്കെ വന്നിട്ട് എവിടെയെങ്കിലും പോകും. കാലത്ത് ഇങ്ങനെ ജീവിക്കാൻ പാടാണ്. ഈ നമ്മുടെ ഈ ID കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ ഈ വയസ്സും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ആമസോൺ വരാൻ എത്തിപ്പെടും. അല്ലടാ, നമുക്കേ ഇപ്പം എല്ലായിടത്തും ആക്സസിബിലിറ്റി ഉള്ള കൺട്രികളൊന്നും ഇല്ല. പക്ഷെ പോണെങ്കിൽ എയർപോർട്ടിൽ പോകണം, ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ എടുക്കണം, കയറി പോകണം, അതൊക്കെ അങ്ങനെയുണ്ട്. ഇപ്പോഴത്തെ ഈ ഒരു ടൈം ലൈനിൽ അത് പ്ലേസ് ചെയ്യാൻ കുറച്ച് പാടാണെന്ന് തോന്നുന്നു. ഈ ഒരു സാധനം ഇപ്പൊ നീ ചോദിച്ചൊരു സാധനം നടക്കൂല, അപ്പൊ ഞാൻ നടക്കാത്തൊരു ആൻസർ പറഞ്ഞാൽ പോയി. ഈ സിനിമയിലുള്ള സാഹചര്യത്തിൽ അതിൽ നടക്കും. ഈ ഒരു സാഹചര്യത്തില് 14,000 വർഷം എന്ന് പറയുന്നത്, ആ സിനിമ നടന്നത് 2007 ഇപ്പൊ 2025. ഈ 14,000 വർഷം സർവൈവ് ചെയ്ത ആൾക്ക് ഇത്രയും വർഷം ഈ 2025 ജീവിക്കാൻ എളുപ്പമല്ലേ? എളുപ്പമാണ്. ആ ഒരു സാഹചര്യം വെച്ച് നോക്കിയാൽ എളുപ്പമാണ് അല്ലേ? തോന്നാനില്ല. CCTV എന്ന് പറഞ്ഞ സാധനം എല്ലായിടത്തും. CCTVയുടെ കാര്യമല്ല, ഈ പറഞ്ഞ പോലെ നമുക്ക് പ്രോപ്പറായിട്ടൊരു ഡോക്യുമെന്റും കാര്യങ്ങളൊക്കെ വേണ്ടേ?
ഇല്ലെങ്കിൽ നമ്മൾ മറ്റേ ഫേക്ക് സാധനം അടിക്കണം, അത് തൂക്കിയാൽ ജയിലിൽ കിടക്കണം, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോഴും എന്തായാലും ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ചെക്ക് ചെയ്യും. ആധാർ കാർഡ് ലാബിൽ പോയി കിടക്കും. മറ്റെല്ലാവർക്ക് ആധാർ കാർഡൊക്കെ അടിച്ചു കൊടുത്തല്ലോ നീലിക്ക്. അപ്പൊ നീലിക്ക് സെറ്റപ്പ് ആക്കാൻ എനിക്ക് എന്ത് സെറ്റപ്പ് ആക്കി കൂടെ? ഫിക്ഷണലിൽ നടക്കും. ഞാൻ പറഞ്ഞ ഒരു റിയാലിറ്റിയിൽ ഇങ്ങനെ ഒരു സാധനം ഞാൻ ഫിക്ഷൻ കഥ ഇപ്പൊ ഇന്ത്യയിലാണ് നടക്കണം. ഇന്ത്യയിലാണ് നടക്കണമെങ്കിൽ വലിയൊരു രാജ്യമല്ലേ ഇന്ത്യ. ഇന്ത്യയിലാണെങ്കിൽ കേരളത്തിൽ പോയിട്ട് നമ്മ കർണാടകയിൽ പോവുക, എവിടെ പോവുക, അവിടെ പോവുക, ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് വരിക, പിന്നെ തിരിച്ച് കേരളത്തിൽ വരിക. എയർപോർട്ട് പോണ്ട, ഇത് പോണ്ട. പിന്നെ ഒരു സാധനം, എനിക്ക് മറ്റേ ഈ അസുഖവും ഇതൊന്നും വരാൻ പാടില്ല, ആക്സിഡന്റ്സ് വരാൻ പാടില്ല, അസുഖം വരാൻ പാടില്ല. മെനു അല്ല, നീ ആലോചിച്ചോ, കയ്യോ കാലോ പോയിട്ടാണ് ജീവിക്കണമെങ്കിൽ നീ ജീവിക്കോ? ഇല്ല ഇല്ല. അപ്പം നിർത്തും. അപ്പൊ വേണ്ട. അസുഖവും അങ്ങനത്തെ കാര്യങ്ങളും ഉണ്ടെങ്കിൽ പാടി തന്നെ. ഒരു വൂൾവറിന്റെ പവർ അത്രയും മതി. യങ്ങായിരിക്കാമെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഞാൻ പറയും. കാര്യം നമുക്ക് യങ്ങായിരിക്കും, എനർജി ഉണ്ടല്ലോ, അത്രയും ബെസ്റ്റ് ആണ്. മറ്റത് തിരികെ അടുപ്പം വയസ്സായി കഴിഞ്ഞാൽ ഇപ്പൊ ഉല്ലാസം, നിനക്ക് ഇപ്പൊ ജീവിക്കണമെങ്കിൽ നീ നിന്റെ എത്ര ഏജ് വരെ ജീവിക്കാനാണ് നിനക്ക് ആഗ്രഹം? അത് പറ. എന്റെ ഇതില് ഒരുപാട് കഷ്ടപ്പെടാതെ മരിക്കണമെന്നാണ് എന്റെ. അല്ല, എത്ര ഏജ്? ഏജ് ഒരു 60 കുഴപ്പമില്ലല്ലേ? ഞാൻ പറയണ ഈ സമയത്ത് ഈ സാഹചര്യത്തിൽ നമ്മളിപ്പോ ഇതിന് ആൻസർ പറയരുത്. അതെന്ത് കാര്യം? ഇപ്പോൾ ഒരു 2000 ആ ഒരു സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് 80, 60 എന്നൊക്കെ പറയാൻ പറ്റും. ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് സയൻസ് ഭയങ്കരമായിട്ട് അഡ്വാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ചിലപ്പോൾ 60 വയസ്സിലൊക്കെ നമുക്ക് കുറച്ചുകൂടെ ഒരു 40, 45 വയസ്സിന്റെ ആ എങ്ങിലൊക്കെ നിൽക്കാൻ പറ്റും. പറയാൻ പറ്റൂല, ഭയങ്കര അഡ്വാൻസ്. ഇപ്പൊ ക്യാൻസറും എയ്ഡ്സിനും വരെ മരുന്നുകൾ കണ്ടുപിടിക്കുന്നു എന്ന് പറയണം. അപ്പം അത്രയും അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്ത്. അപ്പം അങ്ങനെ ഒരു പ്രോപ്പർ ആൻസർ പൈസയിൽ നമ്മൾ അഡ്വാൻസ് ആവേണ്ടി വരും. പൈസ ഉള്ളവർക്ക് മാത്രമാണ് ഒരു ആൻസർ പറയുന്നില്ല. അല്ല, ഈ 60 വയസ്സ് 70 വയസ്സ് എന്ന് പറയുന്ന സാധനം നമ്മൾ പണ്ട് ചിന്തിക്കുമ്പോൾ എല്ലാരും പറയണ ഒരു കാര്യമാണ്, എനിക്ക് 60 വയസ്സ് വരെ 70 വയസ്സ് വരെ ജീവിച്ചാൽ മതിയെന്ന്, അല്ലേ? അങ്ങനെ പറയാറുണ്ട്. മരിക്കുക എന്ന് പറയുന്നത് കാലഘട്ടത്തിന്റെ ഇതാണ്. ഇപ്പോഴത്തെ സമയത്ത് എനിക്ക് അറിഞ്ഞുകൂടാ. കാര്യം ഇപ്പൊ ഗ്ലോബൽ വാർമിങ് ആ സംഭവമൊക്കെ വരണം. അപ്പൊ അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ചിലപ്പോ ഫ്യൂച്ചർ ഡാർക്ക് ആയിരിക്കും. ഡാർക്ക് ആവുന്നാണ് എനിക്ക് തോന്നണത്. അങ്ങോട്ട് പോകുമ്പോ ഡാർക്ക് ആയാലും 10,000, 10,000 വർഷം കഴിഞ്ഞിട്ടേ ഡാർക്ക് ആവുള്ളൂ. നമ്മളെ ലൈഫ് ടൈമിലോ ഇത് ഒരു 200, 300, 500 വർഷം വരെ ഒരു പ്രശ്നവും വരില്ല. 500 വർഷം ജീവിക്കണമെന്നാണ് പറയുന്നത്. അല്ല, ഞാൻ പറയണ ഇപ്പൊ 500 വർഷം വരെ ഭൂമിക്ക് വലിയ പ്രശ്നമൊന്നും വരൂലെന്നാണ്. പേടിക്കണ്ട, അടുത്ത മാസം ഏലിയൻ ലാൻഡ് ആവണുണ്ട്. 500 അല്ല, 1000, 5000. എനിക്ക് തോന്നുന്നു സണ്ണിന് കുറച്ച് കഴിയുമ്പോ സണ്ണിന്റെ പ്രശ്നം മാത്രമല്ല, ഇവിടുത്തെ ഈ നമ്മുടെ ഭൂമിയിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതുകൊണ്ട് ഈ പറയുന്ന കാലാവസ്ഥാ വ്യതിയാനവും പ്രശ്നങ്ങളൊക്കെ വരും. ഇപ്പം മറ്റേ ഇതില്ലേ, പ്രളയം ഈ കൊച്ചിയില് മറ്റേ 2057 ആകുമ്പോഴല്ലേ അവിടെ മറ്റേ കുറെ വെള്ളം, അത് 5000 അതാണ് പറഞ്ഞ ഈ കാലാവസ്ഥ നമ്മുടെ കാരണം ഇപ്പം ഭയങ്കര മോശമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങോട്ട് കൊച്ചിയിലുള്ള പ്രശ്നം വന്നു കഴിഞ്ഞാൽ കൊച്ചിയിൽ നിന്ന് മാറി താമസിച്ചാ പോരെ? മനുഷ്യരല്ലേടാ. ഈ കാലാവസ്ഥ വ്യതിയാനം വെച്ചാൽ കൊച്ചിയിൽ മാത്രം സംഭവിക്കണല്ല, ലോകം മുഴുവൻ സംഭവിക്കണ സംഭവമാണ്. അതൊക്കെ ഒരു സ്ലോ പ്രോസസ് അല്ലേടാ. അതെ അതെ. കൊച്ചിന്ന് തിരുവനന്തപുരത്ത് മാറി താമസിക്കുക. എനിക്ക് തോന്നുന്ന ഒരു ഞാൻ ചോദിക്കല, ഈ ഡിസ്പാരിറ്റി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ റിച്ച് പുവർ ഡിസ്പാരിറ്റി ഭയങ്കര കൂടിയ എന്ത് ചെയ്യും? കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. പക്ഷെ അതാണ് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇനി അങ്ങോട്ട് പോകും തോറും നമ്മുടെ ജീവിത സാഹചര്യത്തിലൊക്കെ ഭയങ്കര വ്യത്യാസം വരുമെന്നാണ്. ഓവർടേക്ക് ചെയ്താലോ അപ്പോഴ് എത്രയും പെട്ടെന്ന് അടിച്ചു പോണേ നല്ലതാണ്. അടിച്ചു പോകുന്ന ഞാൻ പറയാം, ഉറപ്പില്ല എന്താണ് സംഭവിക്കാൻ പോണെന്ന് ഉറപ്പില്ല. ഇപ്പോഴത്തെ ഈ ടെക്നോളജിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒന്നും ഉറപ്പില്ല. അടുത്ത വർഷം പോലെ എന്ത് സംഭവിക്കണം ഉറപ്പില്ല. അപ്പം എന്തെങ്കിലും അതാണ് ഒരു എന്നാലും എന്റെ ഒരു ഇതില് നമ്മൾ ഇനി ഒരു വർഷം ഒരു 500-600 വർഷം എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് അത്ര ഒരു പ്രശ്നം വരുമെന്ന് തോന്നില്ല. ഇനി അങ്ങോട്ട് ഇപ്പൊ ഇലക്ട്രിക് കാറും എല്ലാം ഇലക്ട്രിക് ഇതായി, ബാറ്ററി നല്ലോണം കണ്ടുപിടിച്ചാലും സോളാറൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് കാർ എടുത്തോണ്ട് ഒരു 100 വയസ്സ് ഒരു ഇപ്പോഴത്തെ ഒരു നമ്മുടെ ഒരു സസ്റ്റൈനബിൾ റിവേഴ്സ് ചെയ്യും. കാലാവസ്ഥ റിവേഴ്സ് ചെയ്യാൻ പറ്റുമെങ്കിൽ കുഴപ്പമില്ല. റിവേഴ്സ് ചെയ്യാൻ പറ്റും.
എന്നൊക്കെ പറയുന്നുണ്ട്. അത് പക്ഷെ ഇപ്പൊ അതൊക്കെ റെഡിയാക്കി വരണ്ടേ, സമയമെടുക്കും. എടാ മനുഷ്യർ സർവൈവ് ചെയ്യുമെന്നാണ് പറയുന്നത്. മനുഷ്യർക്ക് എവിടെ വേണോ, ഇപ്പം ഇവിടെ ഇതല്ലെങ്കിൽ പോവും, അങ്ങനെയാണല്ലോ. സർവൈവ് ചെയ്യാൻ പറ്റും മനുഷ്യൻ എന്നുള്ളത്. കഷ്ടപ്പെടും. പക്ഷെ ഇപ്പൊ ഈ ഡിസ്പാരിറ്റി ഇല്ല, അത് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇപ്പൊ നമ്മള് പോലും രക്ഷപ്പെടുമെന്ന് പറഞ്ഞാൽ എനിക്ക് മാഴ്സി പോണൊരു നമ്മളെ കൊണ്ട് പറ്റൂലല്ലോ. ഇപ്പം ഇന്ത്യയിൽ തന്നെ ടോപ്പ് 1% ഭയങ്കരമായി കൂടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ GDP കൂടുന്നത്. ഗെറ്റ് റിച്ചർ എന്നേ പറയാം. ഗെറ്റ് റിച്ച് എന്നേ പറയാം. ഇനി വീഡിയോ ഡെയിലി വ്ളോഗ് നമ്മൾ തുടങ്ങുന്നതായിരിക്കും. എന്നും ലൈവ് അപ്പൊ നമ്മള് ഒരു സിനിമയിൽ നിന്ന് നമ്മൾ വളരെ ഗഗനമായിട്ട് ആലോചിച്ച് ഇവിടം വരെ എത്തി. പക്ഷേ ഈ സിനിമ ഇത്രയും നമ്മളെ ചിന്തിപ്പിച്ചു. അതിന് ആ സിനിമയ്ക്ക് ഒരു ബിഗ് സല്യൂട്ട്. അണ്ടർലൈങ് ആയിട്ട് കുറെ സാധനങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനത്തെ സിനിമയെ കാണുമ്പോ ഇതേപോലെയൊക്കെ ഇരുന്ന് ഡിസ്കസ് ചെയ്യണം. അപ്പോഴേ പുതിയ ഇതൊക്കെ നമ്മളിലേക്ക്. എന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സാഹചര്യവും ഇങ്ങനത്തെ മരിക്കാതെ ജീവിക്കണം അങ്ങനത്തെ ഒരു സാഹചര്യത്തിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ഒരാൾ വന്നിട്ട് ഇങ്ങനെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കുമോ നിങ്ങൾ? അതെ അതെ. അതോ റിജക്ട് ചെയ്യുമോ? നിങ്ങൾ ഈ സിനിമ കണ്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോ എന്തായാലും ഈ സിനിമയെ പറ്റിയിട്ട് നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങളും ഇപ്പൊ നമ്മൾ പറഞ്ഞതിൽ നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങളൊക്കെ കമന്റിൽ അറിയിക്കുക. നിങ്ങളെ POV കമന്റിൽ അറിയിക്കുക. എന്തൊക്കെയോ പൊട്ടത്തരമൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾ റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാർ കാണണമെങ്കിൽ നമ്മൾ അത്രയ്ക്ക് അല്ല, ഈ സിനിമ ആക്ച്വലി ഒരു ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, സിനിമ ആക്ച്വലി ഒരു വിവാദപരമായിട്ടുള്ള ഒരു സാധനമാണ്. അത് ഇപ്പോഴത്തെ കാലത്താണ് അത് ഇറങ്ങിയിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഭയങ്കര ഒരു വിവാദമായ ഒരു സാധനമുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ എനിക്ക് തോന്നുന്നു ആ സിനിമ അധികം ഇങ്ങനെ എടുത്തോണ്ടാണെന്ന് തോന്നുന്നു അത് ഓടിയിട്ടില്ല. അതുകൊണ്ടാണ് അത് ഇത്ര വിവാദമായിട്ട് പോലെ ചിലപ്പോ പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്നൊക്കെ പറഞ്ഞ സിനിമയൊക്കെ ഭയങ്കര വിവാദം. അതാണ്. അപ്പോ മാൻ ഫ്രം എർത്ത് എന്ന് പറയുന്ന സിനിമയെ പറ്റിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മുടേതായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ ഒരു മൂവി സെഗ്മെന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ളതും കൂടെ നമ്മളൊരു രണ്ടാമത്തെ എപ്പിസോഡാണ്. അതൊരു എക്സ്പെരിമെന്റൽ ആയിട്ടാണ് നമ്മൾ ചെയ്തു നോക്കിയത്. അപ്പോഴും നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ അതിന്റെ ഒരു ഇത് പറയുക. ഇത് ഇനി കണ്ടിന്യൂ ചെയ്യണോ വേണോ? നമ്മൾ സിനിമയുടെ കഥ ഫുള്ള് ഇവിടെ ഇരുന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കാര്യം എന്തെന്ന് വെച്ചാൽ എന്നാലേ ബാക്കി നമുക്ക് ഇവിടെ കണ്ടിന്യൂ. അല്ലടാ, ഇപ്പം സിനിമയുടെ കഥ ഉണ്ടല്ലോ, ഈ എക്സ്പ്ലനേഷൻ ഇല്ലേ, അതൊരു നല്ലൊരു സാധനമായിട്ടാണ് എനിക്ക് തോന്നണം. ഇപ്പൊ സിനിമ കാണുന്നതിനെക്കാട്ടി ഒരുപാട് പേര് ചൂസ് ചെയ്യണതും കുറച്ചൊരു നമ്മൾ ഈ കഥ പറഞ്ഞു കൊടുക്കുന്ന. ഞാൻ നോക്കിയപ്പോഴും ഇംഗ്ലീഷ് സിനിമയൊക്കെ കുറെ എക്സ്പ്ലനേഷൻ വീഡിയോ നല്ല അത് ഇതേപോലെ നല്ല അത് നന്നായിട്ടാണ് പറയണത്. എന്നാലും അത് ഞാൻ കേട്ടിരിക്കാറുണ്ടോ? അല്ല, ആ സാധനം എന്ന് പറഞ്ഞാൽ മറ്റേ നമുക്ക് സിനിമ കാണാനുള്ള ഇതേ പോകും. അത് പോകും. ഒരു ഇത്ര കഷ്ടപ്പെട്ട ഒരു സിനിമ എടുത്ത് വെച്ചിട്ട് അവന്മാര് കുറച്ച് സീനും കഥയും മൊത്തം പറഞ്ഞു. അത് ഇത് കണ്ട അങ്ങനെ തോന്നുന്നു. അത് പറയുക ഈ പരിപാടി എങ്ങനെ ഉണ്ടെന്നുള്ളത്. അല്ല, ഇത് ആക്ച്വലി എനിക്ക് തോന്നിയത് കുറച്ചുകൂടെ സിനിമ സ്റ്റോറി അനാലിസിസിനെ കാട്ടി അതിൽ പറഞ്ഞു പോകുന്ന കുറച്ച് സാധനങ്ങളെ പറ്റി ഉള്ള ഡിസ്കഷനാണ് കൂടുതലായിട്ട് നടന്നത്. അതിലാണ് നമുക്കും ഒരു ഹോപ്പ്. നിങ്ങൾ പറയുക ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങൾക്ക് തോന്നിയ എല്ലാ കാര്യവും പറയാം. അതിപ്പോ നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, ചീത്തവിളി വേണ്ട, ബാക്കിയുള്ള എല്ലാം പറഞ്ഞു. അപ്പൊ അത് ഇത്രയും പറഞ്ഞോട്ട് നമ്മൾ ഈ ഒരു സിനിമ സെഗ്മെന്റ് ഇവിടെ എൻഡ് ചെയ്യുക. ഇത് സക്സസ് ആവുകയാണെങ്കിൽ നമ്മൾ വീണ്ടും അടുത്തൊരു സാധനവും കൊണ്ട് വരുന്നതായിരിക്കും. നിങ്ങൾ സജസ്റ്റ് ചെയ്യുക ഇനി ഏതെങ്കിലും സിനിമ ഇതേപോലെ പറയണമെന്നുണ്ടോ? അതെ, നമ്മൾ ഇത് സക്സസ് ആ ഒരു സാധനമാണെങ്കിൽ നമുക്ക് ഒരു അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള മലയാള സിനിമകളും ഓരോരോ ഒരു സാധനങ്ങളും അങ്ങനത്തെ ഒരു ഇതിലോട്ട് നമ്മൾ ബേസിക് ആയിട്ടുള്ള ഒരു സാധനത്തിലോട്ട് നമുക്ക് പോവാം. അതെ അതെ. ഇത് നിങ്ങൾ വിചാരിക്കും ഈ മാൻ ഫ്രം ദി എർത്ത് ഒക്കെ പറഞ്ഞിട്ട് ഇവര് മറ്റേ ഇംഗ്ലീഷ് സിനിമ മാത്രമല്ലേ? ഓക്കെ, അപ്പൊ അത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു എപ്പിസോഡ് എൻഡ് ചെയ്യണം. ഒരു പുതിയ എപ്പിസോഡായിട്ട് കാണുമ്പോഴേക്കും